പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ ലജിത മാണി എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ്. പ്രിയ ആൻറ്റിയെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടത് പ്രാർത്ഥനയുടെ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. അത് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ആമേ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഫാസ്റ്റർ, ഞാൻ അഞ്ചൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പുനലൂർ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ വീട്ടില് ഞാന്, എൻ്റെ മകന്, എൻ്റെ ചേച്ചി, ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഹസ്ബൻഡ് 2021 കോവിഡിന്റെ സമയത്ത് കോവിഡ് വന്ന് മരണപ്പെട്ടു പോയി. ഞങ്ങൾ 3 പേരാ ഉള്ളത്. മോനിങ്ങനെ കിടക്കുന്ന ഒരു മോനാ പാസ്റ്റർ. ഓക്കെ പരിചയപ്പെടുത്തിയ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കാം. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല ഓർമ്മക്കുറിപ്പുകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമഹത്വത്തിന് വേണ്ടി തുടർന്ന് സംസാരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനൊരു അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആമേൻ. അരോമ ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ ആമേൻ ഇങ്ങനൊരു അവസരം കർത്താവ് തന്നല്ലോ, അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒപ്പം ഹല്ലേലൂയ, ഈ സമയം ആമേൻ ഡാനിയൽ ജോൺ പാസ്റ്ററോടും കുടുംബത്തോടും ഒരുമിച്ച് തന്നെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, എല്ലാറ്റിലുപരി എൻ്റെ സാക്ഷ്യം ആമേൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഒരുമിച്ച് തരുന്ന ഈ നല്ല അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞല്ലോ, ലജിത മണി സോമൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് സോമൻ എന്നാണ്. ആമേൻ. തുടക്കത്തിൽ ഞാൻ ഈ കാര്യം പറയുന്നുവെങ്കിലും ഞങ്ങള് ദൈവസന്നിധിയിൽ വന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അഞ്ചലിന്റെ പ്രദേശത്ത് ഇപ്പോൾ താമസിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം സ്ഥലം ചെന്നിത്തലയാണ്, മാവേലിക്കര ചെന്നിത്തലയാണ്. അവിടെ നിന്ന് സുവിശേഷത്തിന്റെ ഭാഗമായിട്ടും പിന്നെ പാസ്റ്ററിന്റെ അച്ഛന്റെയൊക്കെ ജോലിയുടെ അനുഭവത്തില് കുളത്തുപ്പുഴ എന്ന് പറയുന്ന ദേശത്തേക്ക് വന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ യഥാർത്ഥമായും യേശുവിനെ അറിയുവാനിടയായി തീർന്നത്. എന്റെ ബാല്യം എന്ന് പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ കാണുന്നത് പോലെ ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവും ഇല്ലാത്തവളായി, ദൈവമില്ലാത്തവളായി, പ്രത്യാശയില്ലാത്തവളായി ജീവിച്ചു വന്നതാണ് ഞാനും. എന്നാല് സ്വർഗത്തിലെ ദൈവത്തിന് എന്നെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചു. ബാല്യം മുതൽ ഞങ്ങൾ ജനിച്ചു വളർന്നത് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഒരു ഹിന്ദു കുടുംബത്തിലെ സാധാരണ ഒരു കുടുംബം, സാധാരണ ജീവിതമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് ഞങ്ങൾ 3 പെൺമക്കളാണ്. അച്ഛനെ ഈ എസ്റ്റേറ്റിലെ കങ്കാണിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപ് വിതുരയുടെ ഭാഗത്ത്, പൊന്മുടിക്ക് അടുത്തുള്ള ഭാഗത്തേക്ക് വന്നതാ. അവർ അങ്ങനെ വർഷങ്ങളോളം അവിടെ ജോലി ചെയ്തു. അപ്പോ അച്ഛന്റെ ഫ്രണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ആങ്ങള. പുള്ളിയായിട്ട് ഉള്ള ബന്ധത്തില് എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ അവർ ആ ദേശത്ത് തന്നെ പാർത്തു. ഞാൻ പറഞ്ഞുവല്ല, ഞങ്ങള് ഹൈന്ദവ കുടുംബമായിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ക്ഷേത്രങ്ങളോ അങ്ങനെ ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ചൊന്നും എനിക്ക് ഒരു അറിവില്ല. അതുപോലെ ഇന്നത്തെ കാലയളവിൽ ഹിന്ദുക്കൾ ചെയ്യുന്ന പോലെ പൂജാഗിരികളിലെ പൂജയോ വഴിപാടുകൾക്കോ ഒന്നും പോയിട്ടില്ല. അതൊക്കെ ദൈവത്തിന് എന്നെ ആവശ്യമായിരുന്നത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറയുമ്പോ അച്ഛനെ ഒരു ഷാപ്പ് നടത്തുന്ന ആള്. ഇങ്ങനെ ഷാപ്പ് എന്ന് പറയുമ്പോ 2-3 ഷാപ്പിന്റെ ഉടമയെ. പണ്ടത്തെ ഈ ഷാപ്പൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ ഉപഷാപ്പുകളായിട്ട് നടത്തും. അങ്ങനെ ഷാപ്പ് നടത്തുന്ന ആള് അച്ഛൻ. പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ വലിയ ഭക്തനായിരുന്നു. ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആ സമയം മുതലുള്ള തിരിച്ചറിവാണ് എനിക്കുള്ളത്. അപ്പോഴൊക്കെ അച്ഛൻ എല്ലാ വർഷവും ഡിസംബർ 30, 31 ഞങ്ങളുടെ ദേശത്തു നിന്ന് ജനത്തെ എല്ലാം കൂട്ടി ഇങ്ങനെ ശിവഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്
എങ്ങനെ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുവിനെ അല്ലെങ്കിൽ ആ ഗുരുഭക്തനായിരുന്നു. അതുകൊണ്ട് ആ വിധത്തിലാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊന്നും പോയുള്ള ഒരു അറിവില്ല. എന്നാൽ ഞങ്ങളുടെ അമ്മയുടെ കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ വെച്ചാരാധനകള്, കുര്യാലകള്, പൂജാഗിരികളൊക്കെ ഉള്ളിടമാണ്. മാത്രമല്ല കാവും കുളവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാ എൻ്റെ അമ്മ ഇറങ്ങിയത്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ വർഷം തോറും വലിയ ഈ ഉള്ളോൻ പാട്ടും ഒക്കെ വെച്ച് കളമെഴുത്തും പാട്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ അതൊക്കെ കണ്ടാ വളർന്നത്. അതുകൊണ്ട് തന്നെ പാമ്പിനെ ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാന്. അവിടെ നിന്ന് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറയുമ്പോഴ് ഈ അഞ്ചുതല നാഗം എന്നൊക്കെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളത് കണ്ടിട്ടുള്ളവരാ. അപ്പൊ ഞങ്ങളുടെ അച്ഛന്റെ വീട് ഹരിപ്പാടാണ് ഈ മണ്ണാർശാല എന്ന് പറയുന്ന ക്ഷേത്രമൊക്കെ ഉള്ളത്. അപ്പൊ അവിടുന്നുള്ള സർപ്പമാണ് സർപ്പക്കാവിൽ ആദ്യം വരുന്നത്. അപ്പൊ കളമെഴുത്തിനൊക്കെ എന്ന് പറയുമ്പോൾ ദിവസങ്ങൾക്ക് മുൻപേ അവര് വളരെ നോമ്പൊക്കെ നോക്കി ആണ് ഈ കളമെഴുത്തിന് വേണ്ടിയിട്ടുള്ള ഇലക്കൂട്ടുകളൊക്കെ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് കളം എഴുതുന്നത്. അപ്പൊ ഒരു വർഷത്തേക്കുള്ള ഈ പാലും നൂറും കരിക്കും വെള്ളം എല്ലാം വെക്കണമെങ്കിൽ നമ്മുടെ തന്നെ പറമ്പിലുള്ള നാളികേരം കൊണ്ട് തികയത്തില്ല. അപ്പൊ അടുത്ത പറമ്പിൽ നിന്ന് അവര് പാട്ടത്തിന് എടുക്കുക പതിവ്. അപ്പൊ ഇങ്ങനെ വാർപ്പിൽ ഇങ്ങനെ വെക്കണം, തെളിനീര് വെക്കണം, ഇളനീര് വെക്കണം, അരത്തം വെക്കണം, ഇങ്ങനെ മഞ്ഞനീര്, അങ്ങനെ പാല് എല്ലാം ഇങ്ങനെ നിരത്തി വെക്കുക. അതിലായി ഈ സർപ്പങ്ങൾ കളത്തിൽ വന്നിട്ട് ഇതിലിറങ്ങി മുങ്ങിയാ പോകുന്നത്. അപ്പൊ ഈ അഞ്ചുതല നാഗമൊക്കെ വന്നിട്ട് ലാസ്റ്റിൽ വരുന്ന ഈ വലിയ നാഗവ അത് വരുമ്പോഴാ വന്ന് കളം മായിച്ചു പോകുന്നത്. ഇങ്ങനെ കണ്ടു വളർന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എവിടോട്ട് പോയാലും ഇങ്ങനെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചേരയെന്നൊക്കെ പറയുന്ന പോലെ അതിങ്ങനെ നമുക്ക് മുമ്പേ എഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ പറയും പിന്നെ അങ്ങോട്ട് പോകരുത്, അത് നമ്മളെ പോകണ്ടെന്ന് വിലക്കിയതാ. ഇങ്ങനൊക്കെ പറഞ്ഞുള്ള അറിവുകളാ എനിക്കുള്ളത് കൂടുതലും. അതുകൊണ്ട് ക്ഷേത്രങ്ങളൊന്നും അധികം പോയിട്ടില്ല. ക്ഷേത്ര ദർശനങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ എനിക്ക് അറിയത്തുമില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാല് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിന് എന്നെ മുന്നമേ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ അമ്മയൊക്കെ താമസിച്ചിരുന്നതിന് അടുത്തൊരു പെന്തക്കോസ്ത് കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന. അപ്പൊ ഞാനൊന്ന് കുഞ്ഞായതുകൊണ്ട് എനിക്കറിയില്ല, ചേച്ചിയൊക്കെ പറയും, മൂത്ത ചേച്ചി പറയാറുണ്ട്. അപ്പൊ അച്ഛന് കടയിൽ കൊണ്ടുപോയ ഷാപ്പിലെ കപ്പയും മീനും ഇറച്ചിയും ഒന്നും തീർന്നില്ലെങ്കിൽ അമ്മ വൈകുന്നേരം പോയിട്ട് വന്ന് പറയും ഇന്നൊന്നും തീർന്നിട്ടില്ല, അച്ഛൻ വിഷമിച്ചിരിക്കുക എന്ന് പറയും. അപ്പൊ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ചേച്ചി, എന്റെ നേരെ മൂത്ത ചേച്ചി എന്റെ കൂടെ ഉണ്ട്. ഇവര് രണ്ടുപേരും കൂടെ ഇരുന്ന് അവര് അന്ന് പാടുന്ന സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്നുള്ള പാട്ടാ. ആ പാട്ട് പാടി ഇവരിങ്ങനെ പാടി സ്തോത്രം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ അച്ഛൻ രാത്രി കടയടച്ചിട്ട് വരുമ്പോ ഇങ്ങനെ ചരുവവും പാത്രവും ഒക്കെ ഇങ്ങനെ കയ്യിലാട്ടിക്കുമെന്ന് വരുമെന്ന്. അങ്ങനെ ആ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നെങ്കിൽ ആരും പറഞ്ഞ് ഞങ്ങൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. പിന്നെ വളർന്നപ്പോ അതൊന്നും അറിഞ്ഞില്ല. മൂത്ത ചേച്ചി കാതികയായിരുന്നു, കഥാപ്രസംഗക്കാരിയായിരുന്നു. ഞാനും പഠിച്ചതൊക്കെ വിതുരയിൽ ഒരു സ്കൂളിലാണ്. അപ്പൊ എന്റെ പഠനം ഞാൻ പ്രീ ഡിഗ്രി വരെ വിതുര പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇക്ബാൽ കോളേജിലാണ് പഠിച്ചത്, അത് പെരിങ്ങമ്മല എന്ന് പറയും. ബികോം ഞാൻ ഫൈനൽ ഇയർ പോയില്ല, പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ എന്റെ പഠിത്തം എല്ലാം അങ്ങനെ ആയിരുന്നു. പ്രീ പ്രൈമറി കോഴ്സിന് പോയിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ടൈപ്പും ഷോർട്ട് ഹാൻഡും എല്ലാം ഹയറിൽ ഓവറും ഒക്കെ പാസ്സായെങ്കിലും അതിന്റെയും പൂർത്തീകരണത്തിലെത്തിയില്ല. ഒന്നിലും പൂർത്തീകരിക്കപ്പെടാൻ കഴിഞ്ഞില്ല. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാ ഞാൻ ആദ്യമായിട്ട് എന്റെ ഹസ്ബൻഡിനെ കാണുന്നത്. അതായത് എന്റെ അമ്മയുടെ സ്വന്തം ആങ്ങളയുടെ മോന. ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മുറച്ചെറുക്കൻ എന്നുള്ള ഒരു അനുഭവം ഉണ്ട്. ഹിന്ദുക്കള് ക്രിസ്ത്യൻ ജീവിതത്തിലാണെങ്കിൽ സഹോദരങ്ങളാണ്, പക്ഷെ ഞങ്ങൾക്ക് മുറച്ചെറുക്കൻ എന്നുള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ട് പുള്ളിയെ എന്നെ വിവാഹം കഴിച്ചിരുന്നത്. അതും എന്റെ ജീവിതത്തിൽ ഒരു ഫണ്ണിയാണ് വേണേ പറയാം. കാരണം പുള്ളിയെ ഞാൻ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ +2 പ്രീ ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയറിന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടില് അണ്ണൻ വന്ന് അന്ന് കണ്ടു. അപ്പൊ പുള്ളിയെ കണ്ടപ്പോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി, ഹെൽസി എന്ന് പറയും, ആ ചേച്ചി എന്നോട് പറഞ്ഞു പുള്ളി ചങ്ങനാശ്ശേരിക്കാരിയാണ്.
പുള്ളി എന്നോട് പറഞ്ഞു, എടീ നല്ല ഹാൻഡ്സം ആണ്, നല്ല മിടുക്കന, ഇത് ഭംഗിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനും പുള്ളിയെ ഒന്ന് ശ്രദ്ധിച്ചു. എങ്കിലും അന്നത്തെ കാലത്തൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കിയില്ല. പക്ഷെ പുള്ളി പിറ്റേ ദിവസം പോയപ്പോ, പുള്ളി പോയി കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്ന് എന്റെ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ, പഠിക്കാൻ എടുക്കുമ്പോൾ കാണുന്നത് അതിലൊരു കത്തെഴുതി വെച്ചിരുന്നു, നമ്മൾ തമ്മിൽ യാതൊരു വിധത്തിലും പരിചയമില്ല, അച്ഛന്മാര് തമ്മിൽ ഒരു അടുപ്പമില്ലായ്ക കൊണ്ടാണ്, അതുകൊണ്ട് സമയമുള്ളപ്പോ ഈ അഡ്രസ്സിൽ കത്ത് എഴുതണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു. ഞാൻ കത്തൊന്നും എഴുതിയില്ലെങ്കിലും പുള്ളി എനിക്ക് കത്ത് എഴുതുകയൊക്കെ ചെയ്ത് അത് ഒടുവില് ഞങ്ങളുടെ പ്രിൻസിപ്പളിന്റെ കയ്യിൽ കിട്ടി. പുള്ളി അത് നേരെ അച്ഛനുമായിട്ട് നല്ല പരിചയമുള്ളതുകൊണ്ട് പ്രിൻസിപ്പൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛനത് കണ്ടു. അതിനുശേഷം അച്ഛൻ എന്നെ വിളിച്ച് അടിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അച്ഛന് ഒത്തിരി വിഷമത്തോടെ എന്നോട് പറഞ്ഞു, മോളെ നമുക്ക് ഇതൊന്നും ചേർന്നതല്ല, നമുക്ക് അതുപോലെ ബന്ധം അങ്ങനെയുള്ളത് വേണ്ട, അതുപോലെ മോള് വിവാഹപ്രായമൊന്നും ആയിട്ടില്ല, നമുക്ക് അതിന്റെ സമയമാകുമ്പോൾ ദൈവം അതിന് വേണ്ടിയിട്ട് വഴി ഒരുക്കും, അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് വിട്ടുകളയണം, മോള് പഠിക്കണം, അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കുക എന്നുള്ളത്, അതുകൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അത്ര വിഷമമില്ലാതെ, പക്ഷെ അച്ഛൻ ഒത്തിരി വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി. ഞാൻ അതോടെ ആ വിഷയങ്ങളെ വിട്ടു. പക്ഷെ പുള്ളി ഇതൊരു വാശി പോലെ എടുത്തിട്ട് പിന്നെ പുള്ളി ഞാൻ കോളേജിൽ വരാനും, കോളേജിൽ വന്നിട്ട് എന്റെ ഫ്രണ്ട്സുമായിട്ട് കോളേജിലുള്ള ഞങ്ങള് മിക്സഡ് കോളേജ് ആണല്ലോ, അപ്പൊ കോളേജിലുള്ള പിള്ളേരുമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ വീണ്ടും എന്തോ ആ ബന്ധം ഒന്ന് ഇതായി കഴിഞ്ഞു. അങ്ങനെ എന്നാ ഒരിക്കലും പുള്ളിയോടൊപ്പം ഇറങ്ങി വരണമെന്ന് അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലെ ഈ ഉത്സവ സമയം വന്നപ്പോഴേക്ക് പുള്ളിയും പുള്ളിയുടെ വല്യമ്മയുടെ ഒരു ഫ്രണ്ടും പുള്ളിയുടെ ഒരു ഫ്രണ്ടും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അന്ന് അവിടുത്തെ ഒരു ഉത്സവം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴ് പുള്ളി എന്നോട് കേട്ട് നീ കൂടെ വാ ഞങ്ങളുടെ കൂടെ, പുള്ളിയുടെ കുഞ്ഞമ്മ താമസിക്കുന്ന വീട് വരെ, അവിടുന്ന് കുറച്ച് അകലത്തിൽ ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞിട്ടാ, അപ്പൊ അവിടെ വരെ വാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ ഡിഗ്രിയുടെ മോഡൽ എക്സാം തീർന്ന ദിവസമായിരുന്നു. അപ്പൊ പിറ്റേന്ന് എനിക്ക് ക്ലാസ്സിന് പോകണ്ട. അച്ഛൻ ചിന്തിക്കും അപ്പൊ ഞാൻ ഇവളോട് വിട്ട് ഞാനും കൂടെ പോട്ടോന്ന്. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞ്, പോവല്ല, അച്ഛൻ വന്ന് അമ്മയെ തല്ലിക്കൊല്ലും, പോകരുതേ, അച്ഛൻ അറിഞ്ഞാൽ കൊല്ലുവേ എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഇവളോട് ചോദിച്ചപ്പോ ഇവള് പറഞ്ഞു, നീ പോന്ന കൊള്ളാം, പക്ഷെ കോളേജ് സമയം ആകുമ്പോഴത്തേക്ക് നീ തിരിച്ചു വരണേ, 2:30-ക്കുള്ള ബസ്സിൽ നീ തിരിച്ചു വരണേ എന്ന് പറഞ്ഞു. ഞാൻ പോയി അവിടെ ചെന്ന്, അന്ന് എന്റെ ഗ്രഹപ്പഴയ്ക്കായിരിക്കും, അന്ന് ആ ബസ്സില്ലായിരുന്നു, 2:30-ക്കുള്ള ബസ്സില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പിന്നെ 5 മണിക്കേ ബസ്സുള്ള. അച്ഛനെ കുറിച്ചുള്ള ഭയം നിമിത്തം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, വരാനും പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ ഞാനിനി എങ്ങനെ പോകണ, എന്നെ കൊണ്ടാക്ക്. അപ്പൊ പുള്ളിക്ക് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചും പോണം. അപ്പൊ പുള്ളി പറഞ്ഞ്, ഒരു കാര്യം ചെയ്ത് നീ എന്റെ ചേച്ചിയുടെ വീട്ടിൽ പോ, അവിടുന്ന് ചേച്ചി നാളെ നിന്നെ അങ്ങ് കൊണ്ടുവിടും എന്ന് പറഞ്ഞു. പുള്ളി തിരുവനന്തപുരത്തും പോയി. ഞാൻ ഈ ചേച്ചിയുടെ വീട്ടില് കുളത്തുപുഴയ്ക്ക് അടുത്തുള്ള ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ അപ്പച്ചിയുടെ മോളല്ലേ വന്നത്, ഇതുവരെ വരാത്ത ഒരാൾ വന്നപ്പോ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം. എന്തിനാ വന്നെന്നോ എന്താ ഒന്നും ചോദിച്ചില്ല, ഞാനും ഒന്നും പറഞ്ഞില്ല. പക്ഷെ അന്ന് രാത്രിയില് 3:30-ക്ക് ഞാൻ കോളേജ് വിട്ട് വന്നിട്ടായിരുന്നു അച്ഛന്റെ ഷാപ്പിൽ കയറി ടിഫിൻ ക്യാരിയർ കൊടുത്തോണ്ടാ ഞാൻ പോകുന്നത്. അച്ഛൻ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ചോറിന്റെ പാത്രമൊക്കെ കൊണ്ടാ പോകുന്നത്. അപ്പൊ അന്ന് ഞാൻ 3:30 ആയിട്ട് വരാഞ്ഞത് കൊണ്ട് അച്ഛൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ സുധയ്ക്ക് പറയാതിരിക്കാൻ പറ്റൂല. അവള് പറഞ്ഞ് അവള് ഇതുപോലെ ചോഴിക്കോട്ട് പോയെന്ന്. അങ്ങനെ അച്ഛൻ അമ്മയെ ഒത്തിരി തല്ലി, അവളെ തല്ലി, ശരിക്കും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ നേരെ പെട്രോളൊക്കെ വാങ്ങിച്ചും കൊണ്ട് ഈ കുളത്തുപുഴ വന്നു. അണ്ണന്റെ അവർക്ക് ഹോട്ടലും ചായക്കടയാ, അന്ന് ഓലക്കെട്ടടാ, അതിന്റെ മണ്ടയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഭയങ്കര വിഷയങ്ങളായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അച്ഛനോട് പറഞ്ഞാൽ കേൾക്കും എന്നുള്ള ഒരാള്, അപ്പൊ ഞങ്ങളുടെ ഒരു അമ്മാൻ തന്നെ, ആ അമ്മാനെയും കൂട്ടി ഇവരെല്ലാരും കൂടെ എന്നെ തിരിച്ചു കൊണ്ടുപോയി. പക്ഷെ അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റിയില്ല. അപ്പൊ എല്ലാരും അറിഞ്ഞു, ഇറങ്ങിപ്പോയുള്ള പെൺകുട്ടി തിരിച്ചു വരാൻ പറ്റത്തില്ല, കേട്ടത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഈ പന ചെത്തുന്ന തേറും എടുത്തോണ്ട് നിന്ന് കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് കൊണ്ടുപോയവരോട് ഞാൻ പറഞ്ഞു, എന്റെ നോട്ട്ബുക്കും പുസ്തകവും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, കാരണം എനിക്ക് പബ്ലിക് എക്സാമാ, അതും അച്ഛൻ തന്നില്ല. അങ്ങനെ അവിടെ വെച്ച് എന്റെ ജീവിതം ബ്രേക്ക് ആയതുപോലെ അവിടുന്ന് പിന്നെ തിരിച്ചവരെന്നെ കൊണ്ടുവന്ന് എന്റെ ഹസ്ബൻഡിന്റെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ നിർത്തിയിരുന്നു. അവിടുന്ന് ഞാൻ പിന്നെ പ്രീ ഡിഗ്രിയുടെ എക്സാം എഴുതി എന്റെ റിസൾട്ട് വന്നപ്പോ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അന്നേരം അച്ഛൻ എന്നെ
കാണാനായിട്ട് വന്നു. പക്ഷെ വീട്ടിലൊന്നും കയറിയില്ല. റോഡിൽ നിന്നോണ്ട് തന്നെ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ എന്നെ ചതിച്ചല്ലോടി എന്ന് പറഞ്ഞിട്ട് ആ കരഞ്ഞുകൊണ്ട് അച്ഛൻ തിരിച്ചു പോയി. അച്ഛന് നല്ലൊരു ആളാണ്, പക്ഷെ ദേഷ്യവും ഭയങ്കര ഇതാണ്. പക്ഷെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ചേച്ചിയൊന്നും അങ്ങനെ അച്ഛനോട് നേരെ നിന്ന് സംസാരിക്കില്ല. പക്ഷെ ഞാൻ മാത്രമേ എല്ലാം പറയുള്ളൂ. എന്നോട് അത്രയും കാര്യമായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ചേട്ടന്റെ മക്കള് രണ്ടുപേര് പിന്നെ ഇതുപോലെ അവര് പഠിച്ച് ഇത് CA ചേർന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. അപ്പൊ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ തന്നെ പഠിപ്പിക്കണമെന്നായിരുന്നു. പക്ഷെ ഒരിക്കലും കഴിഞ്ഞില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ വിഷമം കണ്ണുനീരായിരിക്കും. പിന്നെ എന്തിനു പഠിക്കാൻ പോയിട്ടും എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ എൻ്റെ ആ ജൂലൈ മാസത്തിൽ എൻ്റെ എക്സാം കഴിഞ്ഞു. ജൂൺ മാസം 3-ാം തീയതി ആയപ്പോ എന്നെ അണ്ണന്റെ കൂടെ വിവാഹം കഴിച്ചു വിട്ടു. അങ്ങനെ എൻ്റെ വിവാഹ ജീവിതം ഈ രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ BCom എനിക്ക് അഡ്മിഷൻ എടുത്തു. ഞാൻ പഠിക്കാൻ പോയി. ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി. അങ്ങനെ അന്നേരം പുള്ളിയുടെ തന്നെ ഫ്രണ്ട് ഒരു ക്ലിനിക്ക് നടത്തുന്ന ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഡോക്ടറുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ഇത് തുടർ പഠനം നടക്കൂല, അതുകൊണ്ട് അബോർട്ട് ചെയ്യാന്ന്. ഈ അബോർഷൻ എന്നുള്ളതോ ഇതിനെ കുറിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് അറിയുന്ന പോലുള്ള ഒരു അറിവും എനിക്കില്ല. പക്ഷെ അത് വല്ലാത്തൊരു വിഷയത്തിലേക്ക് പോയി. അത് എനിക്ക് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആയി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അബോർഷൻ ചെയ്തു. പക്ഷെ എനിക്ക് അതിനുള്ള കെയറിങ് ഒന്നും കിട്ടാതെ വന്നിട്ട് പിന്നെ വീണ്ടും ഞാൻ പഠനത്തിന് പോയി, പഠിക്കാൻ പോയി. എങ്കിലും പിറ്റേ വർഷമായപ്പോ ഈ മോൻ എനിക്ക് ജനിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞ അറിവുകേട് ഒരുപാടുള്ളത് കൊണ്ടും അതിൻ്റെതായ അനുഭവത്തിലുള്ള കുറെ ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നു. അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് സ്കാനിങ് ചെയ്യുമ്പോഴാണ് എൻ്റെ ലെഫ്റ്റ് ഓവറി ഇല്ല. കാരണം അന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ആ ഓവറി ഒക്കെ നഷ്ടപ്പെട്ടതാ. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ മോൻ ജനിച്ചു. മോന് 3 വയസ്സിന് ഇളയതാ മോളും. അപ്പൊ ജനിച്ചപ്പോ 2 മക്കളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും ഇല്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു. ഇനി ഞാൻ ദൈവത്തെ അറിയാനുണ്ടായ കാര്യങ്ങളാണ് ഞങ്ങൾ ഇനി പറയുന്നത്. അപ്പൊ ഞങ്ങള് ഒരുവിധം നന്നായിട്ട് തന്നെ സാമ്പത്തികമായിട്ടും എല്ലാം നന്നായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോകും. അതല്ലെങ്കിൽ എന്താണെങ്കിലും എൻ്റെ ജോബ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോയപ്പോ, കാരണം ചിലർക്കൊക്കെ കണക്കുകൾ ടാലി ചെയ്ത് കൊടുക്കാൻ പോകും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെട്ട് ഞാൻ നിന്നത് കൊണ്ട് ദേശത്തെല്ലാവർക്കും എന്നെ ഒരു ജനസമ്മതം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുമായിരുന്നു. അപ്പൊ പുള്ളി അന്ന് വണ്ടി ഓടിക്കുകയും, പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരയ്ക്കും, ബോർഡ് എഴുതും. അങ്ങനെ പുള്ളി നല്ല ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ കീഴിൽ കുറെ ജോലിക്കാരുണ്ട്. ഈ രീതിയിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ടൊന്നും വലിയ പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് മോന് വയ്യാണ്ടാകുന്നത്. മോന് 8 വയസ്സുള്ളപ്പോഴാണ്. മോനെ ആദ്യം സ്കൂളിൽ കൊണ്ടുവന്ന് ബോർഡിങ്ങിലാക്കിയേക്കുമായിരുന്നു. ഹോളി ട്രിനിറ്റി എന്ന് പറയും, ശ്രീകാര്യത്ത്. അവിടെ അമ്മ പഠിച്ചത്. അന്നേരം അവിടെ ആക്കുമ്പോഴൊന്നും മോന് യാതൊരു പ്രശ്നമില്ല. 2 വർഷം കഴിഞ്ഞപ്പോ മോന് പെട്ടെന്ന് ഓടി നടന്ന മോൻ ഓടുന്നില്ല. അത് കണ്ടിട്ട് സിസ്റ്റേഴ്സ് എന്നെ വിളിച്ചു. അവിടുത്തെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ദീപുവിന്റെ മമ്മി, ദീപു എന്നാ വീട്ടിൽ വിളിക്കുന്നത്, ദീപുവിന്റെ മമ്മി ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് ബാങ്കിലെ ബോർഡ് മെമ്പർ, രാഷ്ട്രീയത്തില് കുറച്ച് ഒരു ലെവലിലൊക്കെ നിൽക്കുക. അതുകൊണ്ട് അന്ന് വീടുകളിൽ ഫോണില്ല. അങ്ങനെ ബാങ്കിലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒന്ന് ചെല്ലണോന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴ് ഇത് കാണുന്നത്. അന്നേരം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ മോൻ പഠിക്കാൻ വളരെ മിടുക്കനാണ്. അതുപോലെ ഇൻസ്ട്രുമെന്റ്സുകൾ പ്ലേ ചെയ്യും, ഗിത്താർ നന്നായിട്ട് വായിക്കും. അപ്പൊ നല്ല മിടുക്കനായിരുന്നു മോൻ. പെട്ടെന്ന് ഇങ്ങനെ വയ്യാതായപ്പോൾ തന്നെ എനിക്ക് വളരെ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിഷമമായിരുന്നു. അവിടുന്ന് പിന്നെ അപ്പോഴും മുതലേ അവർ ട്രീറ്റ്മെന്റ് ചെയ്ത്, പിന്നെ തുടർന്ന് അങ്ങോട്ട് ട്രീറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ കോസ്മോയിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് അന്ന് ഏറ്റവും വലിയ ഹോസ്പിറ്റൽ കോസ്മോയാ. ഇന്ന് കിംസും ഒക്കെ വന്നെങ്കിൽ അന്ന് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലാ ഉള്ളത്. ആ ഹോസ്പിറ്റലിലായിരുന്നു ഇവരുടെ ട്രീറ്റ്മെന്റ്. തുടർന്ന് അങ്ങോട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങി. അവിടുന്ന് പിന്നെ ചിത്രായില്, പിന്നെ വെല്ലൂര്, ഇങ്ങനെ 8 വർഷം റെഗുലറായിട്ട് ആ സമയങ്ങളിൽ ട്രീറ്റ്മെന്റ് നടന്നു. ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും അങ്ങനെ തന്നെ നഷ്ടമായി. അന്ന് ഈ നമ്മുടെ റേഷൻ കാർഡോ ഒന്നും ഈ ചിത്ര മെഡിക്കൽ സെന്ററിൽ അവർ നോക്കാതെ
നമുക്ക് B1 എന്ന ആ ഗ്രൂപ്പിലായിട്ടത്. അപ്പൊ എല്ലാറ്റിനും ക്യാഷ് അടയ്ക്കണം. അപ്പൊ ഞങ്ങളെ കണ്ടിട്ടുള്ള ഒരു ഇതിൽ അവര് ചെയ്തത്, നമുക്ക് സാമ്പത്തികമായിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ള നിലയിൽ അവരത് ചെയ്തു. പക്ഷെ എല്ലാത്തിനും ക്യാഷ് അടയ്ക്കേണ്ടി വന്നു. ഓരോന്ന് വിറ്റ് 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 ഇവനെ ട്രീറ്റ് ചെയ്ത് ലാസ്റ്റിൽ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു, എങ്കിലും പിന്നത്തേതിൽ അതും കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളെ ആദ്യം ദൈവം സാമ്പത്തികം മുഴുവനും നഷ്ടമാക്കി. പിന്നത്തേതില് ദൈവമായ കർത്താവ് ഹല്ലേലൂയ ഞങ്ങളെ പിടിക്കേണ്ടതിന്, അല്ലെങ്കിൽ ദൈവത്തെ ഞങ്ങൾ അറിയണമല്ലോ, അതുകൊണ്ട് ദൈവമായ കർത്താവ് അത് ചെയ്തത് ആദ്യ സമ്പത്ത് നഷ്ടമാക്കി. പിന്നത്തേതില് എൻ്റെ മോള് ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതായത് ഈ മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്താലാണ് മോള് മരിക്കുന്നത്. അത് 93-ല്. അപ്പൊ മോക്ക് പനിയായിട്ട് വൈറൽ ഫീവറാ വന്നത്. പക്ഷെ അതിന് തൊട്ടു മുമ്പ് എനിക്കൊരു വിഷയം ഉണ്ടായി. ഈ പനി വരുന്നതിന് തൊട്ടു മുൻപ് മോക്ക് പനി ഉണ്ടാകാനുണ്ടായ കാരണം എന്ന് പറയുമ്പോഴ്, ഞങ്ങളുടെ തൊട്ടടുത്താണ് അവിടുത്തെ കത്തോലിക്ക പള്ളിയില് പിന്നെ അവിടെ ഒരു സ്കൂളും കൂടെ ഉണ്ട്, പള്ളിയുടെ തന്നെ സ്കൂള്. അപ്പൊ ആ സ്കൂളില് കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ചേച്ചി വന്നിട്ട് പറഞ്ഞു, എടിവാ ദീപ്തിയെ കൂടെ കൊണ്ടുപോയി ഡാൻസ് ഒക്കെ കാണിക്കാൻ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി നന്നായിട്ട് മദ്യപിച്ച് ഭയങ്കര ഒരു ബോധവും ഇല്ലാതെ കിടക്കുക. അപ്പൊ ആകെ പുള്ളി 3 വർഷമേ മദ്യപിച്ചിട്ടുള്ളൂ. ഒരു 30 വർഷത്തെ മദ്യപാനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഇറങ്ങി വന്ന എപ്പോഴാ ഉണരുന്നതെന്ന് അറിയത്തില്ല, ഉണർന്നു കഴിഞ്ഞാല് പിന്നെ പുള്ളി എന്നെ തല്ലിക്കൊല്ലും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി നിർബന്ധിച്ച് എന്നെ കൂടെ വിളിച്ചോണ്ട് പോയി. ഞാൻ അവിടെ ചെന്നിരുന്ന ആദ്യത്തെ 2 ഡാൻസ് കഴിഞ്ഞു. മൂന്നാമത്തെ തുടങ്ങിയപ്പോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള, കാരണം വീടും പള്ളിയൊക്കെ ഇങ്ങനെ അടുത്തടുത്ത, ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ദൂരമേ ഉള്ളൂ. അപ്പൊ അവിടുന്ന് ഒരു മോൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി അണ്ണൻ എണ്ണീറ്റ്, അണ്ണൻ ഭയങ്കര കലിപ്പില് നിൽക്കുക, ചേച്ചി എളുപ്പം വാ എന്ന് പറഞ്ഞു. ഞാൻ ദീപ്തിയെ എടുത്തോണ്ട് വന്നപ്പം പുള്ളി ഞങ്ങളുടെ റൂമിൽ ചെന്ന എന്നെ തല്ലുമെന്ന് വിചാരിച്ച് ഞാൻ ഓടി ഫാസ്റ്റിന്റെയൊക്കെ അച്ഛന്റെയൊക്കെ വീട്ടില്, കാരണം ഇങ്ങനെ ഒരു വീട് തന്നെ അതിന്റെ ഒരു പോർഷനിലാണ് ഞങ്ങൾ താമസിക്കുക. എല്ലാം വിറ്റ് തീർന്നിട്ട് ഇവരുടെ ഔദാര്യത്തിൽ ഞങ്ങൾ താമസിക്കുക. അപ്പൊ ഞാൻ അതിനകത്തോട്ട് ചെന്ന് എന്നെ തല്ലിയാലോ എന്ന് ഓർത്ത് ഞാൻ വീടിനകത്തോട്ട് അച്ഛന്റെയൊക്കെ മുറിയിലോട്ട് ഓടി കയറി. അവിടെ കയറിയിട്ട് പുള്ളി അടിക്കാനായിട്ട് വന്നത് ഞാൻ കതവ് പിടിച്ചടച്ചു. കതവ് അടച്ചപ്പോഴത്തേക്ക് പുള്ളി കയ്യില് വലിയ, ഞങ്ങളുടെ കടയില് വിറകൊക്കെ വെട്ടുന്ന വലിയ വെട്ടകുത്തിയുണ്ട്, കത്താളെന്ന് പറഞ്ഞു, അതെടുത്തോണ്ട് വന്നു. അപ്പൊ കതകില് വെട്ടിയപ്പോ പെട്ടെന്ന് ഞാൻ തുറന്നു. കതവെങ്ങാണ് വെട്ടി പൊളിച്ച മാമച്ചി ചീത്ത വിളിക്കും, പിന്നെ മാമച്ചി പുള്ളിയായിട്ട് വഴക്കുണ്ടാവുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് കതക് തുറന്നതും ആദ്യത്തെ അടി ആ കത്താളിനുള്ള ഇങ്ങനെ തന്നെ അടിച്ച്. അപ്പോഴേ എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല, കാരണം പിന്നെ എനിക്ക് ഒരു ബോധമില്ലാത്തതുപോലെയായി. അപ്പൊ മോളെ തോളെ കിടക്കുമായിരുന്നു. അന്നേരത്തേക്ക് അമ്മാവി ഓടി വന്ന് ദീപ്തിയെ എന്റെ കയ്യിൽ നിന്ന്, മോളെ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് എടുത്തിട്ട് അമ്മാവി ആരെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ട് ഓടി പുറത്തോട്ട് പോയി. ഈ സമയത്ത് എനിക്കൊരു ബോധം വന്ന നിമിഷത്തിൽ ഞാൻ ഇറങ്ങി വീണ്ടും പുള്ളി എന്നെ അടിക്കുമെന്നുള്ള പേടി കൊണ്ട് ഞാൻ വെളിയിലോട്ട് ഓടാൻ പോയത്. പുള്ളി എന്നെ പുറകിൽ നിന്ന് മുടിക്ക് പുറകിലോട്ട് പിടിച്ചപ്പോ ഞാൻ 2-3 പടിയുടെ താഴെയായി. അന്നേരം പിടിച്ചതും ഞാൻ പുറകോട്ട് മറിഞ്ഞ്, അവരുടെ അടുക്കള എന്ന് പറയുമ്പോ ഇന്നത്തെ പോലെ പടിക്കെട്ടൊന്നും സിമെന്റ് അല്ല, കരിങ്കല്ല് വെച്ചിരുന്നതാ. ആ കരിങ്കല്ലിൽ എന്റെ തല ചെന്നടിച്ച് ഞാൻ വീണു. അന്നേരം തന്നെ എന്റെ ബോധം പോയി. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോള് കരഞ്ഞുറങ്ങി. മോള് പിന്നെ എന്നെ കണ്ടില്ല. പിന്നെ 6 ദിവസം അവൾ എന്നെ കണ്ടില്ല. ഈ സമയത്ത് അവൾക്ക് പനി വരുന്നത്. അപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ അളിയനുമായിട്ട് പുള്ളി ഭയങ്കരമായിട്ട് വഴക്കുണ്ടായി. കാരണം എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഹോസ്പിറ്റലിൽ പുള്ളിയെ എന്നെ കാണാൻ സമ്മതിക്കത്തില്ല. ഡോക്ടറും പറഞ്ഞെന്ന് കാണിക്കണ്ട എന്ന് പറഞ്ഞെന്ന്. അപ്പൊ കാണാൻ ഒക്കാതെ പുള്ളിയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോയി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു. പക്ഷെ എനിക്ക് ശബ്ദം പോയി, സംസാരശേഷി പിന്നെ ഇല്ലായിരുന്നു. എല്ലാം എഴുതി കാണിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ബാങ്കിൽ നിന്ന് തന്നെ ഞാൻ ഒപ്പിടേണ്ട ഫയലെല്ലാം കൊണ്ടുവന്നപ്പോ തന്നെ ഞാൻ ഒപ്പിട്ട് കൊടുക്കും. പക്ഷെ അവർ ചോദിക്കുന്നതിന് പേപ്പറിൽ എഴുതി കാണിക്കാനേ പറ്റൂ. എനിക്ക് ഒന്നിനും പറ്റാതായിപ്പോയായിരുന്നു, സംസാരശേഷിയില്ല. പിന്നെ പാർട്ടിക്കാരെല്ലാം വന്നിട്ട് പറഞ്ഞു,
ഇനി ഇവിടെ ഇവിടെ പറ്റത്തില്ല, നമുക്ക് വേറെ ഫെസിലിറ്റീസ് ഉള്ളിടത്തോട്ട് കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ആ ഡോക്ടർ ഷൺമുഖൻ എന്ന് പറയാം, ആ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഒരു ദിവസം കൂടെ എനിക്ക് സമയം താ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം പിന്നെ പുള്ളി എനിക്ക് ഷോക്ക് തരികയാണ്. ഷോക്ക് എന്ന് പറയുമ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് അപ്പൊ ആന്ന് വിളിച്ച് എന്റെ ശബ്ദം തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ ഈ സമയത്ത് മോക്ക് ഭയങ്കര പനിയായി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോ ടൈഫോയിഡ് ആയി. അന്നേരം ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഡോക്ടറെ നമുക്ക് കാണിക്കാൻ. അപ്പോഴേ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ടൈഫോയിഡ് അല്ല ഇത്. അപ്പൊ അവൾക്ക് തലവേദന, തല ഇങ്ങനെ പിടിച്ചാ കുഞ്ഞ് കരയുന്നത്, ഇവിടെ പുറകില വേദനിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം പിന്നത്തേതിൽ 28 ദിവസം മോടെ ട്രീറ്റ്മെന്റ് കോസ്മോയിലേക്ക്. അപ്പൊ ഡോക്ടർക്ക് തന്നെ മനസ്സിലായി ഇത് മെനിഞ്ചൈറ്റിസ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഘട്ടം മരുന്ന് പുള്ളി ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞങ്ങളെ വിടുന്നത്. അപ്പൊ നട്ടലിൽ നിന്ന് LP എടുക്കണം, LP എടുത്താലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കോസ്മോയിലേക്ക് കൊണ്ടുപോയി. കോസ്മോയില് ഏകദേശം 28 ദിവസം കിടന്നു. പരിപൂർണമായിട്ടും മോളെ ബോധം എല്ലാം പോയി. ഫിക്സ് പോലെ തന്നെ ഇങ്ങനെ അവള് വളഞ്ഞു പോകും, വേദന കൊണ്ടുള്ള കരച്ചിലും ഒക്കെ. ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഈ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ, എന്തെങ്കിലും സെഡക്ഷൻ കൊടുത്തൂടെ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ EMG ടെസ്റ്റ് എടുത്തപ്പോ സെഡക്ഷൻ കൊടുത്തു. ആ സെഡക്ഷൻ കൊടുത്ത പിന്നെ ആ ബോധം വന്നില്ല. പിന്നെ മോള് പെസഹ വേഴത്തിന്റെ അന്ന് അപ്പൊ ഞങ്ങൾ കിടക്കുന്ന റൂമിന് തൊട്ടടുത്തുള്ള, അതായത് കോസ്മോയിലെ 9ാമത്തെ നിലയല്ല ഞങ്ങൾ 9ാമത്തെ റൂം. അപ്പൊ അതിനടുത്തുള്ള റൂമിലുള്ള ഒരു ആന്റി, അപ്പൊ ആ പുള്ളിക്കാരി എപ്പോഴും ഇങ്ങനെ ഒരു കറുത്ത പുസ്തകം വായിക്കും. അതെന്താ അന്നറിയില്ല, ഇപ്പൊ നമുക്കന്ന് ബൈബിളാന്നൊന്നും അറിയത്തില്ല. അപ്പൊ പുള്ളിക്കാരി എൻ്റെ ഡോക്ടർ വന്നിട്ട് എന്നോട് ആ വ്യാഴാഴ്ച പറഞ്ഞു ഇന്ന് മോളെ ഡിസ്ചാർജ് ചെയ്തുതരാം, അമ്മ തന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പഠിക്കണം, അപ്പൊ നമുക്ക് ഇവിടെ ട്യൂബ് ഇട്ടിരിക്കുക പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ആന്റിയോട് കരഞ്ഞപ്പോ ആന്റി പറഞ്ഞു ഇന്ന് എന്തായാലും കൊണ്ടുപോകണ്ട, ഡോക്ടറെ അടുത്ത് പറയാം, നാളത്തടവും കൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നു. അങ്ങനെ പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ മോക്ക് ഓക്സിജൻ കൊടുത്തു. ഉച്ചയ്ക്ക് 2:30 ആയപ്പോ, ദുഃഖ വെള്ളിയാഴ്ച 2:30 ആയപ്പോ മോള് മാറ്റപ്പെട്ടു. അപ്പൊ അവിടുന്ന് ആംബുലൻസ് ഒന്നും വിളിക്കാൻ നിന്നില്ല. മോളെ പ്രസവിച്ച് കൊണ്ടുപോയ അതേ കാറിൽ, ആ കാറിൽ തന്നെ, ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ കാറ്, ആ കാറിൽ തന്നെ മോളെ ബോഡിയും തിരിച്ചു കൊണ്ടുവരാൻ ഇടയായി. അങ്ങനെ ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് മോള് മരിച്ചത്. 93 ഏപ്രിലിൽ മോള് ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതൊരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് എല്ലാവരും സംയുക്തമായിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു. മുസ്ലിങ്ങളുടെ അവിടെ മോള് ആശുപത്രി കിടക്കുമ്പോ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. മുസ്ലിങ്ങൾ സെപ്പറേറ്റ് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഈ കത്തോലിക്ക പള്ളിയിൽ സെപ്പറേറ്റ് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഹിന്ദു യുദ്ധത്തില് ഞങ്ങളും അന്ന് ഈ ആറ്റുകാലം എന്ന് പറയുന്ന ക്ഷേത്രത്തിനടുത്ത് പോയിട്ട് അവളെ കുറിച്ച് നോക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ ജ്യോത്സ്യന്മാരെ കൊണ്ടൊക്കെ നോക്കിച്ചപ്പോ അവൾക്ക് ഇല്ല, ഇനി നമ്മളൊന്നും ചെയ്യണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ മോളെ ഭൂമുഖത്തുനിന്ന് മാറ്റപ്പെട്ടത് അവൾക്ക് 8 വയസ്സായിരുന്നു. അവള് പോയതോടുകൂടി ഞാന് പിന്നെ അതുവരെ ഞാന് ഈ ഒരുക്കാനും ഒക്കെ പോകുമായിരുന്നു. ആ സമയങ്ങളില് പിന്നത്തേല് ഞാൻ അന്ന് പട്ടുസാരിയൊക്കെ ഉടുക്കുന്നവളായിരുന്നു. ഞാൻ പിന്നെ പട്ട് ഉടുത്തിട്ടില്ല, പൊട്ട് വെച്ചിട്ടില്ല, പൊട്ട് കുത്തിയിട്ടില്ല, പൂവ ഒന്നും വെക്കത്തില്ലായിരുന്നു. പിന്നെ ഈ മോന്റെ ട്രീറ്റ്മെന്റുമായിട്ട് അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു മോനെ 13 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ. അപ്പൊ കോസ്മോയിന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നു എന്റെ മോന്റെ. കാരണം ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് അവൻ ഇങ്ങനെ പാടെ കിടക്കും, പിന്നത്തേതില് അവൻ 13 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റപ്പെടുമെന്നുള്ള അവസ്ഥ. അപ്പൊ ആ ടൈമിലേക്ക് ഞങ്ങൾ വന്നു. അന്നേരം എനിക്ക് ഈ ഒരുപാട് കടമായി. ബാങ്കിൽ നിന്ന് പലരെ കൊണ്ട് ലോൺ എടുപ്പിച്ചായിരുന്നു, കാരണം മോളെ ട്രീറ്റ്മെന്റിന്. അങ്ങനെ ബാധ്യതകൾ ഒത്തിരിയായി. ഒരു രീതിയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അന്നേരം മരണത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുവാനിടയായി. ഇനി മരണം അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ
ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ പരസ്പരം സംസാരിച്ച് എങ്ങനെ മരിക്കേണ്ടത്, കാരണം മോന്റെ മരണം ഉറപ്പാക്കിയിട്ടേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെ മരിക്കണം, എനിക്കാണേൽ ഇങ്ങനെ അപ്പൊ പുള്ളി ഓരോ രീതിയും പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൻ പിടയ്ക്കൂലേ. അപ്പൊ ഒടുവിൽ ലാസ്റ്റിൽ പറഞ്ഞ് നമുക്ക് ഇലക്ട്രിക് പിന്നെ ഇലക്ട്രിക് വയറ് കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അതാണേലും മോൻ പിടയ്ക്കും, എനിക്കത് കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റില് ഞങ്ങളുടെ എന്റെ ഒരു ഫ്രണ്ട് സതി എന്ന് പറയും, അവള് ആ സമയത്ത് 2 വയസ്സുള്ള അവളെ മോളെ അവള് തൂങ്ങി മരിച്ചു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട്, തൊട്ടടുത്താണ്, ഞാൻ അവിടെ പോയിട്ട് നോക്കി ഇവളെ എങ്ങനെയാ മോളെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവള് ആദ്യം മോളെ കെട്ടിത്തൂക്കിയിട്ടാണ് അവള് തൂങ്ങിയേക്കുന്നത്. നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും, ഒരു സാരി തന്നെയാണ്. അന്നേരം എനിക്ക് അതിനുമുള്ള ധൈര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതും പറ്റുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ തീരുമാനം എടുത്ത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈനൈഡ് വാങ്ങിക്കാം. അപ്പൊ സൈനൈഡ് കിട്ടാൻ വലിയ പ്രയാസമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ തമിഴ്നാടിന് പോയി. അങ്ങനെ തെങ്കാശിയിൽ പോയി ഈ സ്വർണം പണിയുന്നിടത്ത് ഞങ്ങൾ പോയി. സ്വർണം ശുദ്ധീകരിക്കാനാണല്ലോ ഇത് കിട്ടുന്നത്. അവിടെ ചെന്ന് ഓരോ കടകളിലും കയറിയപ്പോഴ് അവര് നമ്മളോട് ഏത് ജ്വല്ലറിക്കാ, എത്ര നാളത്തേക്കാ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ജുവല്ലറിയുടെ കാര്യം പറഞ്ഞാലേ കിട്ടുള്ളൂ. അങ്ങനെ വീണ്ടും ജുവല്ലറിയിലേക്കാണെന്ന് പറഞ്ഞു. അന്നേരം ജുവല്ലറിയുടെ ലൈസൻസ് നമ്പർ കൊടുക്കണം അവർക്ക്, ലൈസൻസ് നമ്പർ കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം. അങ്ങനെയായി. അന്നേരം പിന്നെ ലാസ്റ്റിൽ ഞങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ള ഒരു കടയിൽ ചെന്നപ്പോഴ് ഞാൻ പറഞ്ഞു കേരളത്തിൽ വരുവാണ്, ഞങ്ങളുടെ ജുവല്ലറിയിലേക്കാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ജുവല്ലറിയുടെ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ലൈസൻസ് നമ്പറും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഫോൺ നമ്പർ തരാം. കാരണം എന്റെ ചേച്ചിയുടെ നാത്തൂനൊക്കെ അവിടെ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ജുവല്ലറി ഉണ്ട്. അപ്പൊ അവിടുത്തെ നമ്പർ കൊടുത്തപ്പോ പിന്നെ അവര് സംശയിച്ചില്ല. അന്നേരം പിന്നെ പൈസയുടെ ബാർഗെയിനായി. അന്നേരം അവര് ഞങ്ങളുടെ കയ്യിൽ ആകെ 4000 രൂപയുണ്ട്. അവര് 10000 രൂപ മുതൽ, അന്നത്തെ 10000 രൂപയല്ലേ, 10000 രൂപ മുതൽ ചോദിക്കാൻ തുടങ്ങി. ഒടുവിൽ 4000 രൂപയ്ക്ക് സമ്മതിച്ച് ഒരല്പം, ഒരു ചെറിയ ടിന്നിലാണ് നമുക്ക് തരുന്ന ഒരല്പം, അത് അങ്ങനെ തന്നു. അതും വാങ്ങിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് മോനോടും പറഞ്ഞു മോനെ നമ്മൾ മരിക്കാൻ പോവുകയാണ്. അപ്പൊ അവന് എല്ലാ കാര്യവും അറിയാം, നല്ല സംസാരിക്കുന്ന സമയം. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടെ അവനോട് പറഞ്ഞു മോനെ നമുക്ക് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കാൻ പോവുക. അപ്പൊ മോൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അന്നേരം ഇവൻ പറഞ്ഞു എനിക്ക് മമ്മൂട്ടിയുടെ ഒരു സിനിമ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നും പറഞ്ഞൊരു പടം കണ്ടു. അത് കണ്ടപ്പോ ഞാനാണെ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും കരഞ്ഞ് എനിക്കാണെങ്കിൽ പിന്നെ ഇത് വന്ന് എന്തിനാന്ന് പോലും ചിന്തിച്ചു പോയി. അങ്ങനെ ഇവനെ അതും കാണിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങള് കത്തെഴുതി വെച്ചു. കത്തെഴുതാൻ തുടങ്ങി. ഞാൻ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്ത് പുള്ളിയെ കൊണ്ട് കത്തെഴുതിച്ചു. കത്തെഴുതിച്ചപ്പോഴ് എന്റെ അച്ഛൻ എഴുതണമായിരുന്നു. കാരണം ഇനി അച്ഛൻ തരാനുള്ള പൈസ വാങ്ങിച്ചുകൊണ്ട് ബാങ്കിലെ ലോണുകൾ അടച്ചു തീർക്കാൻ. അപ്പൊ അച്ഛൻ ആദ്യം കത്തെഴുതി, പിന്നെ ബാങ്കിലേക്ക് എഴുതി, പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്കും. അങ്ങനെ 2-3 കത്തെല്ലാം എഴുതി വെച്ചിട്ട് അപ്പൊ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ എനിക്ക് എല്ലാരെയും പരിചയമാണ്. അപ്പൊ ഞാൻ പല കാര്യത്തിനും അവിടെ ചെല്ലുന്നത് കൊണ്ട് അവർക്ക് എന്നെ കുറിച്ച് അറിയാം. അതുകൊണ്ട് പോലീസുകാർക്ക് സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് 3 കത്ത് എഴുതി വെച്ചു. എല്ലാം കഴിഞ്ഞിട്ട് മോന് ഈ സൈനൈഡിൽ ഒരല്പം മുക്കി കൊടുക്കാൻ ഒരു ചെറിയ പഴം അവിടെ വെച്ചിരുന്നു. ഈ കത്തെഴുതിയ പേപ്പർ, ബോർഡ്, പേന, ഈ പഴം ഇതിനോടൊപ്പം ഈ സൈനൈഡും വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു സെറ്റിയയിൽ ഞാൻ ഇങ്ങനെ ചാരി അവിടെ ഇരിക്കുക. അപ്പൊ ഞങ്ങളുടെ കട അടച്ചെല്ലാം വരുമ്പോ 12 മണിയാവും. കടയിൽ ക്ലാസ് എല്ലാം കഴിയാൻ അനിയന്മാരുണ്ട്, അവന്മാരെ അതെല്ലാം ചെയ്യുന്നു. അപ്പൊ പിള്ളേർ കഴിവിയൊക്കെ പറക്കിയെല്ലാം വരുമ്പോഴത്തേക്ക് 12 മണിയാകും. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് 1:30-ക്കുള്ള അലാറം വെക്കാം, 1:30 നമുക്ക് കഴിക്കാം. അന്നേരം പിന്നെ ആരും ഇങ്ങോട്ട് റൂമിലോട്ടൊന്നും വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 1:30-ക്കുള്ള അലാറം വെച്ചിട്ട് പുള്ളി ദീപു മോന്റെ അടുത്ത് തന്നെ ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ വെറുതെ അവിടെ ഇരിക്കുക. ഞാൻ ഈ സെറ്റിയിലോട്ട് ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു മയക്കം പോലെ വന്നു. ഞാന് ശരിക്കും ഉറങ്ങുമല്ല, നന്നായിട്ട് ഞാൻ ഉണർന്നിരിക്കുവാണ്. ഒരു മയക്കം പോലെ തോന്നി. പെട്ടെന്ന് നമ്മുടെ മുറിക്കകത്ത് ഒരു പ്രകാശം ഇങ്ങനെ പെട്ടെന്ന് വന്നു. ആ പ്രകാശം വർദ്ധിച്ചു വരാൻ തുടങ്ങി. പിന്നത്തേതിൽ അത് നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് വെള്ളി വെളിച്ചം പോലെ, വെള്ളി തിളങ്ങുന്നത് പോലുള്ള പ്രകാശമായി മുറിയാകുക.
അന്നേരം ഞാൻ ഈ പ്രകാശം വന്നപ്പോ ഞാൻ ചിന്തിച്ചു, ഞങ്ങളുടെ ഫ്രണ്ട് ടാക്സി സ്റ്റാൻഡ് ഏതോ വണ്ടി ഹെഡ്ലൈറ്റ് കത്തിയത് അതിൻ്റെതാണെന്നാ ചിന്തിച്ചു. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളുടെ മുറിക്കകത്തോട്ട് പ്രകാശം വരാറുണ്ട്. അപ്പൊ ആ പ്രകാശമൊന്നും അല്ല, അതിന് ഭയങ്കരമായിട്ട് കാണാൻ തുടങ്ങി. വെള്ളി വെളിച്ചം പോലെ പ്രകാശിച്ചു. പെട്ടെന്ന് ഞങ്ങളുടെ മുറിയുടെ ഈ വൈറ്റ് സിമെന്റ് അടിച്ച ഭിത്തിയ, ആ ഭിത്തിയില് ഈ പണ്ടുള്ളവർക്ക് മനസ്സിലാകും, ഫോട്ടോ എടുക്കുമ്പോൾ നെഗറ്റീവ് പോലെ ഒരെണ്ണം തരുമല്ലോ, അതുപോലെ നെഗറ്റീവ് പോലെ ഒന്ന് തെളിഞ്ഞു വന്നു. അതിങ്ങനെ വന്ന് അത് പൂർണ്ണമായിട്ട് തെളിഞ്ഞു വന്നപ്പോ ഞാൻ കാണുന്നത് ക്രൂശിക്കപ്പെട്ട്, അത് ഇപ്പൊ നമുക്ക് മനസ്സിലാവും, അന്നേരം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. കൈ രണ്ടിലൂടെയും രക്തം ഒഴുകുന്നുണ്ട്, കാലിൽ ഇങ്ങനെ രണ്ട് കാൽപാദങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചേക്കൂടെ രക്തം ഒഴുകുന്നുണ്ട്. തലയിൽ വെച്ചിരിക്കുന്ന ഈ മുള്ളു പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്ന രക്തം, അതാണ് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചത്. അതാണ് അതിങ്ങനെ മൂക്കിലൂടെ വന്നിട്ട് നമ്മുടെ മുറിക്കുള്ളിൽ വീഴുന്നുണ്ട്. അപ്പൊ തല ഇങ്ങനെ കർത്താവിന്റെ തല ഇങ്ങനെ ചരിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നോട് ഏതാണ്ട് സംസാരിക്കാൻ ഒരുങ്ങുന്നു. ഈ തുണ്ട് നന്നായിട്ട് വിതുമ്പുന്നുണ്ട്. ഒരു ശബ്ദം പറഞ്ഞ് ഞാൻ കേട്ടില്ലെങ്കിലും നന്നായിട്ട് എന്നോട് എന്തോ പറയാൻ ഒരുങ്ങുന്നു. അന്ന് അങ്ങനെ ഒരു 10 മിനിറ്റ് എങ്കിലും നന്നായിട്ട് അത് കുറേ സമയം അത് ഇങ്ങനെ കാണിച്ചു. ഫോക്കസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എല്ലാം അങ്ങ് അപ്രത്യക്ഷമായി. അന്നേരം ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. ഞാൻ ചിന്തിച്ചത് ബ്ലഡ് മുറിയിൽ വീണല്ലോ. അങ്ങനെ ഞാൻ എഴുന്നേറ്റ്, അപ്പൊ ഒരു 0 ആയിട്ടാ കിടന്നത്. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ മുറിക്കകത്ത് ബ്ലഡ് ഒന്നുമില്ല, വീണ ബ്ലഡ് ഒന്നും ഞാൻ കണ്ടില്ല, അവിടെ ഒന്നുമില്ല. അന്നേരം ഞാൻ അണ്ണനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടു, എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ ഇങ്ങനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിന്റെ മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും കൊച്ചെ, നീ അത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അന്നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ 1:30-ക്കുള്ള അലാറം കേട്ടു. അന്നേരം നമ്മുടെ സമയമായല്ലോ. അന്നേരം ഞാൻ പെട്ടെന്ന് അണ്ണ എഴുന്നേറ്റ് ഇത് പഴം എടുത്ത്, എന്നിട്ട് അപ്പൊ ഈ കത്തെഴുതി വെച്ച ബോർഡ് മേശപ്പുറത്തുണ്ട്, പേനയുണ്ട്, പേപ്പർ ഇരിപ്പുണ്ട്, ഈ പഴവും ഇരിപ്പുണ്ട്. ഈ പൊതിയ മാത്രം ചെറിയൊരു പൊതിയ, അത് കണ്ടില്ല. അന്നേരം ഫാനിന്റെ കാറ്റിട്ട് പറന്നു പോകത്തക്കതാ, അല്ലെങ്കിൽ പറന്നു പോയോ എന്നോർത്ത് ഞാൻ ചൂലെടുത്തിട്ട് വന്ന് മേശയുടെ അടിയിലും കട്ടിലിന്റെ അടിയിലും അലമാരയുടെ കീഴും ഒക്കെ ഒന്ന് തൂത്തു നോക്കി, ഒന്നും കണ്ടില്ല. അപ്പൊ ആരും ഞങ്ങളുടെ മുറിയിൽ വന്നിട്ടേ ഇല്ല. ഞങ്ങൾ കത്തെഴുതി വെച്ചതിന് ശേഷം ഒന്നും ആരും വന്നിട്ടില്ല. പിന്നെ ഇതെന്ത് ചെയ്തു, അപ്പൊ പെട്ടെന്ന് ഞാനിങ്ങനെ തൂത്തോണ്ടിരുന്നപ്പോ ഞാൻ ചിന്തിച്ച്, എന്റെ ഹസ്ബൻഡിന് താല്പര്യം ഇല്ലായിരുന്നുണ്ട്, അങ്ങനെ ഇഷ്ടമില്ലായിരുന്നുണ്ടോ മരിക്കാന്, എന്റെ നിർബന്ധമാണോ എന്തോ എന്ന് ചിന്തിച്ച് ഞാൻ കേട്ടെ, അണ്ണന് ഇഷ്ടമില്ലാത്തോണ്ട് അണ്ണ എടുത്ത് മാറ്റിയോ? അന്നേരം അണ്ണൻ പറഞ്ഞു, നീയല്ലേ ഇപ്പൊ സ്വപ്നമൊക്കെ കണ്ടെന്നും പറഞ്ഞ് ഏതാണ്ടൊക്കെ നീ പറഞ്ഞത്, നീയാണോ മാറ്റിയത്? അങ്ങനെ ഞങ്ങൾ രണ്ടാളും തമ്മിൽ വഴക്കായി. ആ രാത്രി പിന്നെ ഒന്നിനും കഴിയാതെ കിടന്നുറങ്ങി. അപ്പൊ ഞാൻ പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. കർത്താവേ, ഞാൻ പറഞ്ഞത്, എന്റെ ദൈവമേ, യേശു എന്നല്ല, എന്റെ ദൈവമേ, എന്നെ മരിക്കാനും അനുവദിക്കില്ല, കാലിനും വേണ്ടാത്തവളാണോ ഞാന് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒത്തിരി കരഞ്ഞിട്ട് ഞാനും കിടന്നുറങ്ങി. രാവിലെ അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ കത്തോലിക്ക പള്ളിയിലെ അച്ഛനെ മേടേന്ന് പിന്നെ കുറച്ച് മുകളിൽ വശം വരെയാണ് അവരുടെ കോൺവെന്റ് സ്കൂളുള്ളത്. കോൺവെന്റിൽ വരെ നടക്കും അച്ഛൻ എപ്പോഴും. അപ്പൊ ദീപു രാവിലെ എണ്ണീറ്റ് ചെന്ന് വെളിയിലിരിക്കും അച്ഛനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് അച്ഛൻ വന്നപ്പോ ദീപുവിനെ കണ്ടില്ല. അങ്ങനെ തിരിച്ചു വന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ കതകിൽ വന്ന് തട്ടി. എന്നിട്ട് കേട്ട്, എന്തിയേ ദീപുവിനെ കണ്ടില്ലല്ലോ, എന്താ പറ്റിയെന്ന് കേട്ട്. അപ്പൊ പറഞ്ഞു, ഉറങ്ങുക, അവൻ ഉണർന്നില്ല, എന്നിട്ട് താമസിച്ചാ ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഇങ്ങനെ, അണ്ണ എപ്പോഴും അവിടെ ചെല്ലുകയൊക്കെ ചെയ്യുന്നതാ, അതുകൊണ്ട് പറഞ്ഞ് സോമണ്ണൻ കുറെ കഴിയുമ്പോ അങ്ങോട്ട് വരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴും അച്ഛൻ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടിട്ട് പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞ്, പുള്ളി ഇങ്ങനെ പറഞ്ഞു, മോന് നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞു, ഇനി മോൻ ഒരുപക്ഷെ സൗഖ്യം വന്നാലോ, ഡോക്ടർമാരിങ്ങനെ പറഞ്ഞെങ്കിലും ഒരുപക്ഷെ അവന് സൗഖ്യമായി അവൻ നടന്നാലോ, അവൻ എഴുന്നേറ്റാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ട്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കേട്ടു. അന്നേരം പറഞ്ഞു, ഇങ്ങനെ അച്ഛനെ നമ്മളെ എവിടെയോ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നുണ്ട്, നമുക്ക് അച്ഛൻ വിളിച്ചെടുത്തൊന്ന് പൊക്കൂടെ എന്ന് കേട്ടു. ഞാൻ വരത്തില്ല, കാരണം എൻ്റെ അടുത്ത് ഇനി അങ്ങനെയുള്ള ഒരു കാര്യവും പറയണ്ട, മരിക്കാനും പറ്റത്തില്ല, ജീവിക്കാനും പറ്റാത്തൊരവസ്ഥയിലൂടെ പോവാ, ഞാൻ അതുകൊണ്ട് ഒരിടത്ത് വരുന്നില്ല. കാരണം മോള് മരിച്ചതിന് ശേഷം എനിക്ക് എല്ലാത്തിനോടും എനിക്കങ്ങ് ദൈവമൊന്നും ഇല്ലെന്നാ ഞാൻ പറയുന്നത്, എനിക്ക് വെറുപ്പാ എല്ലാത്തിനോടും. ഞാൻ വരികയില്ല.
എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം സംസാരിച്ചെല്ലാം കഴിഞ്ഞ് എന്താണെങ്കിലും ആ പിറ്റേ ദിവസം അച്ഛനോടൊപ്പം ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. ആദ്യത്തെ 3 ദിവസം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. മോനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോയ അച്ഛൻ എൻ്റെ അടുത്ത് വന്നപ്പോ ഞാൻ അച്ഛൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇതൊക്കെ ചെയ്തത്? എനിക്കാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു തൃപ്തിയും തോന്നുന്നില്ല, ഒരു മനസ്സമാധാനവും ഇല്ല. എനിക്ക് അസ്വസ്ഥതകൾ കൂടിയതേ ഉള്ളൂ. ഒന്നാമത് എനിക്ക് പല്ല് വേദന കാരണം മുഖത്ത് നല്ല നീരായി കവിളില്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, അച്ഛൻ എന്തെങ്കിലും ചെയ്യണം, ഇവിടുന്ന് പോകാൻ പറ്റുമോ എന്നിട്ട് പറഞ്ഞു. അങ്ങനെ വിടുകയല്ല, അതിനി നമുക്ക് 7 ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പാനത്തുള്ളൂ. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ അങ്ങ് അരിശം തോന്നി. ഞാൻ ഏതാണ്ടൊക്കെ പിറുപിറുത്തോണ്ടിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്തായാലും വാ, പിന്നെ ദീപുന്റെ മമ്മി വാ, നമുക്ക് അവിടെ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പല്ലുവേദനയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ. അങ്ങനെ എന്നെയും കൂടെ കൊണ്ടുപോയി അവിടെ തന്നെ ഡോക്ടറെ കാണിച്ച് പല്ലുവേദനയ്ക്കുള്ള ഗുളിക തന്നു. പക്ഷെ ഞാൻ അത് കഴിച്ചില്ല. ഞാന് അന്ന് വൈകുന്നേരത്ത് പിന്നെ ഞാന് അണ്ണനെ ഒന്ന് കാണാൻ അണ്ണനെ കൂടെ കൊണ്ടുവന്നു. കാരണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഭാഗത്ത് ഇങ്ങനെ തല മാത്രം കാണാം, ആരെവിടെ ഇരിക്കണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റാതെ വല്ലാത്ത വിഷമം. അന്ന് പിന്നെ വൈകുന്നേരം കാപ്പി കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് അണ്ണനെ കണ്ടു. അപ്പൊ പറഞ്ഞു, മോനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു, അത് പറ്റത്തില്ല മോനെ, ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ വലിയ പ്രയാസം. ഞാൻ തന്നെ കൊണ്ടുപോയി. ഞാൻ അന്ന് രാത്രിയില് ഞാന് ഇങ്ങനെ റൂമില് ഇങ്ങനെ വലിയ ഹാളാ, നിറയെ ജനം കിടക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്നൊന്ന് ഉറങ്ങുമ്പോ ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പുറത്തു ചാടാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതിനകത്തോട്ട് പോയി കിടന്നത്. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് നല്ല ഉറക്കത്തില്ല, എന്നെ ആരോ വിളിക്കുന്ന പോലെ മകളെ എന്നുള്ള ശബ്ദം കേട്ടു. അപ്പൊ ഞാനിങ്ങനെ എഴുന്നേറ്റിരുന്ന് കട്ടിലേരുന്നോണ്ട് ഞാനിങ്ങനെ നോക്കി. അപ്പൊ എല്ലാരും ഉറക്കവാ, അവിടെ നിന്ന് ആരെയും കാണാനില്ല. ആരാ എന്നെ വിളിച്ചെന്ന് മനസ്സിലായി. രണ്ടാമത് ഞാൻ വീണ്ടും കിടന്നപ്പോ വീണ്ടും എന്നെ വിളിച്ചു മകളെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളെ ഒരാൾ വിളിച്ചാൽ മോനെന്നോ മോളെന്നോ വിളിക്കത്തുള്ളൂ, ആരാ ഇങ്ങനെ മകളെന്ന് വിളിക്കുന്നു? അപ്പൊ ഈ അവിടെ സാക്ഷ്യം പറഞ്ഞു, ഇങ്ങനെ ദൈവം സംസാരിക്കും, ദൈവത്തിന്റെ ആത്മാവ് പ്രാവിന്റെ രൂപത്തിലും ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞു. ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകും, നമുക്ക് തണുപ്പ് അനുഭവപ്പെടും, ചിലർക്ക് ചൂട് അനുഭവപ്പെടും എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം സാക്ഷ്യം പറഞ്ഞത് ഞാനിങ്ങനെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, എന്നെ വിളിച്ചത് കർത്താവാണെങ്കിൽ എന്റെ ഈ മനസ്സിന്റെ സമാധാനം എന്താ? എനിക്ക് ഒരു സമാധാനം ഇല്ല, എനിക്കൊരു സമാധാനം എന്താന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. കുറെ കഴിഞ്ഞപ്പോ വീണ്ടും അടുത്ത് തന്നെ വീണ്ടും അതേപോലെ മകളെ. ആ ശബ്ദം എന്ന് പറയുമ്പോൾ അവിടെ അടുത്തൊന്നും ഒരുപാട് അകലത്തിൽ നിന്നാ വിളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നത്. പക്ഷെ അത് എക്കോ പോലെ എനിക്ക് കേൾക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ എന്നോട് ഇങ്ങനെ ശബ്ദം കേട്ടു, നിന്റെ ഭാരം എന്തും ആകട്ടെ അതെന്റെ മേലിട്ടോളൂ. അത് വചനമാണെന്നൊന്നും അന്ന് അറിയേയില്ല. അപ്പൊ ആ ശബ്ദം കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ചിരിച്ചു, എന്റെ ഭാരമോ? എന്നിട്ട് ഞാൻ ഇങ്ങനെ ആ വാക്കിനെ കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എന്താണെങ്കിലും ഞാൻ ഭാരമൊക്കെ ഇറക്കി വെക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ഇരുന്നപ്പോ എല്ലാരും പറഞ്ഞതുപോലുള്ള ഒരു തണുപ്പാണോ എന്തോ എന്റെ ശരീരം മുഴുവനും വ്യാപരിച്ചു. ഞാൻ അങ്ങ് കരയാൻ തുടങ്ങി. എന്തിനാ കരയണേന്ന് പോലും അറിയില്ല. ഞാൻ കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. എത്ര നേരം കരഞ്ഞു എന്നൊന്നും അറിയില്ല. ഒരുപാട് കരഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ ശരീരം ഒരു പഞ്ഞിത്തുണ്ട് പോലെ, കാരണം ഒരു വെയിറ്റ് ഇല്ലാത്ത വിധത്തിൽ ഞാൻ അങ്ങായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. ആ 3 ദിവസവും ഞാൻ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് പോയിട്ടേ ഇല്ല. രാവിലെ ദീപിന് 8 മണിയാകുമ്പോ മോനെ പാലെടുത്തു കൊടുക്കാൻ മാത്രം പോകും. ഞാൻ കട്ടൻ കാപ്പി കുടിക്കാൻ പോലും അവിടെ പോകില്ല. അന്ന് 5 മണിയായപ്പോ ഞാൻ ഉണർന്നു. എത്ര നേരം ഉറങ്ങിന്നോ ഒന്നും അറിയില്ല. 5 മണിയായപ്പോ ഞാൻ ഉണർന്നു. ദീപിനെ കൊണ്ടുപോയി മേലൊക്കെ കഴുകി പല്ലൊക്കെ തേപ്പിച്ചു. ഞാനും കുളിച്ച് അന്ന് രാവിലെ 5:30 ചെന്ന് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഹാളിൽ പോയിരുന്നു. അന്നത്തെ ആരാധനയില് രാവിലത്തെ പാട്ടെല്ലാം ഞാനും ചേർന്ന് പാടുക. എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഒറ്റ പാട്ട് പോലും അറിയാത്തത്. അന്ന് ഞാൻ ആ പാട്ടെല്ലാം ഞാൻ ചേർന്ന് പാടുന്നുണ്ട്, ഞാൻ കൈയടിക്കുന്നുണ്ട്. അന്ന് 10 മണിക്കത്തെ ആരാധനയുടെ സമയത്ത് പനിക്കൽ അച്ഛനായിരുന്നു.
അച്ഛന് അപ്പൊ എല്ലാരും പറഞ്ഞു, യോ പനിക്കന്റെ അച്ഛനാ വരുന്നതെന്ന്. എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തോടെ, നമുക്ക് ആരെയും അറിയില്ലല്ലോ, അതുകൊണ്ട് അവരുടെ മഹത്വം എനിക്കറിയാലോ. അപ്പൊ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു സന്തോഷമൊന്നും തോന്നിയില്ല. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. പനിക്കൽ അച്ഛനാ വന്നത്. അച്ഛൻ വന്നു, ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ അച്ഛൻ അനൗൺസ് ചെയ്തു, ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്ന ലൈല എന്ന മകളെ ദൈവം തൊട്ടിരിക്കുന്നു. അപ്പൊ ആ മോള് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം എന്റെ സംശയമല്ലേ, ഞാൻ മിണ്ടാതെ കുറെ നേരം ഇരുന്നിട്ട് എല്ലായിടവും തിരിഞ്ഞു നോക്കി, ആരും എണീക്കുന്നൊന്നും കണ്ടില്ല. അപ്പൊ ഞാനും മിണ്ടിയില്ല, ഞാൻ അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ലൈലയെന്നും പറഞ്ഞ് എത്രയോ പേര് ഇതിനകത്ത് കാണും, അങ്ങനാണെങ്കിൽ എന്റെ പേര്, എന്റെ ഒഫീഷ്യൽ നെയിം പറയാത്തത് എന്താ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇച്ചിരി കഴിഞ്ഞിട്ട് അവിടെ ഈ ആരാധനയുടെ സമയത്ത് എല്ലാ ജനവും ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയും. ചിലര് ആ ഹല്ലേലൂയ തന്നെ ലാല ലാല എന്നൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാനും എഴുന്നേറ്റ് നിന്നു, കൈയടിച്ചു, ഹല്ലേലൂയ പറഞ്ഞു. സകല ജനവും പറഞ്ഞു തീർന്നിരുന്നിട്ട് എനിക്ക് ഇരിക്കാനും വയ്യ, എന്റെ ശബ്ദം ഒട്ട് നിൽക്കുന്നുമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ കവിളിലൊക്കെ ഇങ്ങനെ തടവിയൊക്കെ നോക്കി, കർത്താവേ ഈ ശബ്ദം ഒന്നും നിൽക്കുന്നുമില്ലല്ലോ. ഒടുവില് അച്ഛൻ പറഞ്ഞു, ഈ സഹോദരിയുടെ കൂടെ വന്ന് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് കേട്ടു. അന്നേരം എന്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് നിന്നു. അന്നേരം കേട്ടു, ഇത് ലൈല എന്നാണോ അമ്മയുടെ പേരെന്ന്. അപ്പൊ ഞാൻ ഈ ലൈലയാ ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവം സ്പർശിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ എന്റെ അടുക്കിരുന്ന ചട്ടമുണ്ടൊക്കെ എടുത്ത അമ്മച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. ആ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു, എന്റെ മോളെ ദൈവം മോളെ തൊട്ടു അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മച്ചിയോട്, അടുത്തിരുന്ന അമ്മച്ചിയോട് ചോദിച്ചാൽ, അമ്മച്ചി എന്റെ മുഖത്ത് ഇപ്പൊ നീരുണ്ടോ? പല്ലുവേദനയുടെ നീര് എനിക്ക് ആ നിഴല് നല്ലോണം കാണാമായിരുന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇല്ല മോളെ ഒന്നുമില്ല. അപ്പോഴ് എനിക്ക് മനസ്സിലായി, കാരണം പല്ലുവേദന മാറി. അപ്പൊ എന്നെ ദൈവം തൊട്ടു എന്നുള്ളത് ശരിയായിരിക്കും എന്നെന്റെ മനസ്സിൽ ധരിച്ചു. അന്ന് രാത്രിയില് ദൈവാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ആ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവമായിരുന്നു. പിന്നത്തേതിൽ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്ന, എന്താ പ്രവർത്തിക്കുന്ന. പിറ്റേ ദിവസമൊക്കെ ഉള്ള കൗൺസിലിങ്ങിലൊക്കെ ഞാൻ ശരിക്കും ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഞാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ എന്റെ ചെറുപ്പത്തിലെ ഉള്ള കാര്യങ്ങള്, ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അനിയനെ തല്ലിയ കാര്യം, അവനെ എന്റെ അച്ഛനെ പറഞ്ഞതിന് ഞാൻ ഒറ്റ അടി വെച്ചു കൊടുത്തിട്ട് അവന്റെ നാക്കൊക്കെ തള്ളി അവൻ വീണ് കിടന്നു. അപ്പൊ അതെല്ലാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ മോള് മരിച്ച കാര്യം, അമ്മാവിയോട് വഴക്കിടുന്നത്, അങ്ങനെ ഞാൻ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞപ്പോ ഞാൻ ഏറ്റു പറഞ്ഞു. ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും ഒക്കെ സഹായിച്ചു. ആ 7 ദിവസവും കഴിഞ്ഞ് പോരുമ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവിടുന്ന് പോവാൻ. ചെന്നപ്പോ അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലായിരുന്നു, പോരാൻ പിന്നത്തേൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കരം എന്നെ അവിടെ വെച്ച് ഒരുപാട് എന്നെ താങ്ങുകയായിരുന്നു. പിന്നത്തേൽ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനെയുള്ള ഞാൻ അമ്പലത്തിൽ പോവില്ല, എങ്കിലും ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പായസമോ അങ്ങനെ ഒന്നും പിന്നെ കഴിച്ചിട്ടില്ല. പിന്നെ ആയപ്പോ അമ്മാവി തരത്തുമില്ല. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ അന്ന് ക്രിസ്തുവിന്റെ പടം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ അറിയില്ല. ഒരു 3-4-5 പാട്ട് പാടും. പാടിയിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ കാര്യം പറയുന്ന പോലെ പറയും. അപ്പൊ എന്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ അവിടെ ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിലെ അവര് കത്തോലിക്കര. അപ്പൊ ഞാൻ അവളോട് എടി എനിക്കും കൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. അപ്പൊ അവള് പറഞ്ഞ്, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതാ പറയണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനല്ല, ഞാൻ പോട്ടെ പോയപ്പോ കണ്ടതാ കൊച്ചു നല്ലോണം പ്രാർത്ഥിക്കും, വേറെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞാ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് അത് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തോട് എന്നും പറയും, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം. അപ്പൊ ഈ കത്തോലിക്ക പള്ളിയിൽ ചെന്നാൽ പിന്നെ എനിക്ക് ആ സന്തോഷം, പോട്ടയിലെ സന്തോഷമൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എല്ലാ ആഴ്ചയിലും പോകണമെങ്കിൽ നമ്മൾ ബാക്കിൽ ചെന്ന് നിൽക്കും, എനിക്കൊന്നും മനസ്സിലാവില്ല. അവിടെ ഈ ചൊല്ലല്ലേ, അതെനിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്കതൊരു തൃപ്തിയില്ലായിരുന്നു. പിന്നെ ഞാൻ പോകാതെ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ അഞ്ചലിന്റെ അടുത്ത് ഒരു അച്ഛനാണ്, ജോൺസൺ അച്ഛൻ എന്ന് പറഞ്ഞ എക്യുമെനിക്കൽ പ്രാർത്ഥനയാണ്. ആ അച്ഛൻ വന്ന് അവിടെ മർത്തോമയില് ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ബാങ്കിന്റെ ഫ്രണ്ടില് ഒരു ഫിനാൻസ് ഉദ്ഘാടനത്തിന് അച്ഛൻ വന്നു. അപ്പൊ അച്ഛൻ അവിടെ നിന്ന് നോക്കുമ്പോ ഞാൻ ഞങ്ങളുടെ ബാങ്കിന്റെ ഫ്രണ്ടിലുള്ള തുണിക്കടയാ, ഞങ്ങളുടെ തുണിക്കടയാ ബാങ്കിന്റെ. അപ്പൊ ഞാൻ ആ കടയില് തയ്യൽ മെഷീന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ കൈകുത്തി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മോള് മരിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോ അച്ഛനെ ഒത്തിരി പ്രാവശ്യം അച്ഛനെ നോക്കി. എനിക്ക് മനസ്സിലായി അച്ഛനെ നോക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ
ശ്രദ്ധിക്കാൻ പോകാതെ ഞാൻ വീണ്ടും അവിടെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോ അച്ഛൻ റോഡ് ക്രോസ് ചെയ്ത് പുറത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ മോടെ വിഷമം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ചേർന്നത്. അങ്ങനെ പിന്നെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞു ഇല്ല. അതെല്ലാം പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, എല്ലാ സൺഡേയിലും മോളെ ആരാധനയുണ്ട്, സൺഡേയിൽ വരാൻ പറ്റുമെങ്കിൽ അപ്പൊ ഞാൻ സൺഡേയിൽ എങ്ങനെയാ വരുന്ന വെച്ചാൽ അപ്പൊ നീ വരാൻ നോക്കും, മോള് വരാൻ ആഗ്രഹിച്ച വരാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ സൺഡേയിലും പോകാൻ തുടങ്ങി. അങ്ങനെ മർത്തോമൻ പള്ളിയിൽ പോയപ്പോൾ കുറച്ചുകൂടെ എനിക്കൊരു സന്തോഷം തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത്, അപ്പൊ ഈ സഭകളെ കുറിച്ചൊന്നും വലിയ അറിവില്ല. അന്നേരം ഞങ്ങളുടെ അടുത്തൊരു സെവന്ത് ഡേ ചർച്ച് ഉണ്ട്. അവിടുത്തെ പാസ്റ്ററും ഭാര്യയൊക്കെ എൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ അവിടെ പോയി ഒരാഴ്ചയിൽ ഞാൻ ചെന്നപ്പോ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ അവർക്കൊക്കെ അങ്ങ് അതിശയം. അപ്പൊ ഞാൻ അപ്പോഴായിരിക്കും മനസ്സിലായത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ദൈവം എന്നെ പ്രാർത്ഥിക്കാൻ ആദ്യം തന്ന വരം അതാ, പ്രാർത്ഥിക്കാനുള്ള വരം തന്നു. അങ്ങനെ ദൈവകൃപയാല് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ പോയി, അന്ന് പാസ്റ്ററിന്റെ കഴുത്തില് അണ്ണന്റെ കഴുത്തില്, അന്ന് പാസ്റ്റർ ആയില്ല, അപ്പൊ അണ്ണന്റെ കഴുത്തിൽ കൊന്തയൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ഒരു ദിവസം അണ്ണന്റെ ഒക്കെ ഒരു ബന്ധു ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് 3 ദിവസം നമ്മൾ ഉപവാസ പ്രാർത്ഥന വെക്കാമെങ്കിൽ ദീപുവിന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടും, ഞാൻ കുറെ പാസ്റ്ററെ ഒക്കെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അവർക്കൊക്കെ കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. എങ്കിലും ഒരു 3000 ലോൺ എടുത്ത് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന വെച്ചു. ആ പ്രാർത്ഥന വെച്ചത് 95-ലായിരുന്നു. സെപ്റ്റംബർ 13-ാം തീയതി ഞങ്ങളെ കൊണ്ട് വായി കൊണ്ട് കർത്താവിനെ ഏറ്റുപറയിച്ചു. 23-ാം തീയതി ഞങ്ങളുടെ സ്നാനം നടന്നു. അപ്പൊ വായി കൊണ്ട് ഏറ്റുപറയിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ള പാസ്റ്ററിന്റെ അച്ഛൻ, പാസ്റ്ററിന്റെ അമ്മ, ചേച്ചി, വല്യമ്മ, ഇവരെല്ലാരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാരും ഏറ്റു പറഞ്ഞവരാ. പക്ഷെ സ്നാനത്തിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് വല്യമാവിയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പ്ലാവക്കാര് നമ്മുടെ ജഡം പോലും എടുക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ വരുത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് ഒഴിഞ്ഞു. അപ്പൊ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഈ ചേച്ചിയും ഹസ്ബൻഡ്, ഞങ്ങൾ 4 പേരാന്ന് 95-ല് സെപ്റ്റംബർ 23-ാം തീയതി സ്നാനപ്പെട്ടു. അന്നൊരു പഞ്ചായത്ത് ഇലക്ഷൻ ആയിരുന്നു. വലിയ വിവാദമായി. ഒരു പന്തക്കൂസുകാരി സ്നാനപ്പെട്ടു എന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരി സ്നാനപ്പെട്ടു എന്നുള്ള ഒരു ഇത് വന്നിട്ട് പാർട്ടിയിലൊക്കെ എനിക്കെതിരെ ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പൊ അതിന്റെ കാരണം കാണിക്കണമെന്നും പറഞ്ഞ് നോട്ടീസ് കൊടുക്കേണ്ടി വന്നു. പിന്നത്തേതിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. അങ്ങനെ എന്റെ രാഷ്ട്രീയ ജീവിതം അവിടെ നിർത്തി. ആമേൻ എന്ന കർത്താവിനെ എനിക്ക് കൂടുതലായിട്ട് ലഭിക്കാനിടയായി. ആ കർത്താവിനെ അറിയാനുണ്ടായ കാരണം ഇതാ. ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യരും ഞങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. എന്നാല് നമ്മുടെ ദേശത്ത് ഒരുപാട് പെന്തക്കോസ്തുകാരുണ്ടെങ്കിൽ പോലും ആരും ഞങ്ങളോട് നേരിട്ട് വന്ന് സുവിശേഷം പറയാൻ ഒരുങ്ങിയിട്ടില്ല. കാരണം ഒന്നാമത് പാർട്ടിക്കാരും അങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നോണ്ടൊക്കെ ആയിരിക്കും പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ ചർച്ചുകളില് ഈ സൈഡ് വാളില് ഈ വചനം എഴുതി കൊടുത്തു. അപ്പൊ പിന്നത്തെ എല്ലാവരും മോള് സിസ്റ്ററൊക്കെ എന്നോട് പറഞ്ഞത്, ഈ വചനം എഴുതി ഇങ്ങനെ ഓരോ വചനം ഹാളിന്റെ 4 വശം എഴുതി. അപ്പൊ അവര് എന്നും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വചനം എഴുതിയ വ്യക്തി പല പ്രാവശ്യം ഈ വചനം വായിച്ചിട്ടായിരിക്കുമല്ലോ എഴുതിയത്. അങ്ങനെയെങ്കിൽ കർത്താവെ ഈ വ്യക്തിയെ സ്പർശിക്കണേ, ഈ വ്യക്തിയെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പക്ഷെ അതായിരിക്കും ദൈവം ഞങ്ങളെ കൂടുതൽ സ്പർശിച്ചത്. അപ്പൊ 118-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കർത്താവ് എന്നെ അതികഠിനമായി ശിക്ഷിച്ചു, എന്നാൽ മരണത്തിന് എന്നെ ഏൽപ്പിച്ചില്ല. കാരണം ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കണമെന്നുള്ളത് ദൈവ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഞങ്ങളെ നിശ്ചയമായിട്ട് മരണത്തിന് ഏൽപ്പിച്ചില്ല. മരണത്തിൽ നിന്ന് വിടുവിച്ച് അനേകർക്ക് നടുവില് എൻ്റെ ദൈവം എന്നെ സാക്ഷ്യത്തിനായിട്ട് നിർത്തി, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിർത്തി. ദൈവമായ കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതി വരില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്നാനപ്പെട്ടു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു. കാരണം ആദ്യം ഞങ്ങൾ സ്നാനപ്പെട്ടതോടുകൂടി ആ ദേശത്ത് ഒരു IPCയുടെ ആരാധന സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ അവിടെ. ഞങ്ങള് 4 പേരും പിന്നെ വേറെ 2-3 പേരും കൂടെ ആരാധനയിൽ തുടങ്ങിയാണ്. ഇന്നും IPCയുടെ ആരാധന അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ആരാധന ചെറിയൻകീഴ് ഡിനോമിനേഷന്റെ കീഴിലായിരുന്നു. എങ്കിലും പിന്നത്തേല് അഞ്ചലിന്റെ തന്നെ ഡിനോമിനേഷനിലുള്ള പാസ്റ്റേഴ്സാണ് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ആരാധന ഇന്നും അവിടെ
പിന്നെ IPCയുടെ ആരാധന നടക്കുന്നുണ്ട്. അപ്പൊ ദൈവം ഞങ്ങളെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഉള്ള എല്ലാ വീടുകളിലും കയറിയിറങ്ങി. എങ്ങും ഞങ്ങൾ ഇരിക്കത്തില്ല, എല്ലായിടത്തും പോകും സുവിശേഷം പറയാൻ. ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകും. അങ്ങനെ ദൈവമായ കർത്താവ് ഞങ്ങൾക്കൊരു 10-40 വിശ്വാസികളെ ദൈവം തന്നു. ആ 10-40 വിശ്വാസികളുമായിട്ട് അപ്പൊ വേറൊരു പാസ്റ്ററിനെ ഞങ്ങള് സാലറി കൊടുത്ത് നിർത്തി. ആ പുള്ളി വന്ന് ആരാധന നടത്തുന്ന നന്നായിട്ട് ജനം വന്നുകൊണ്ടിരുന്നപ്പോ പാസ്റ്ററിന് ബൈബിൾ കോളേജിൽ പോണോന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് ശംഖുമുഖത്ത് ട്രിവാൻഡ്രത്തേക്ക് മാറ്റം തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് അങ്ങ് ശംഖുമുഖത്തേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷം പാസ്റ്റർ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ പഠിക്കാൻ പോയി. ഞാനും ഞങ്ങൾ സമയമുള്ളപ്പോഴൊക്കെ ഞാനും ഈ ചേച്ചിയും കൂടെ ട്രിവാൻഡ്രത്താണെങ്കിലും എല്ലായിടത്തും ഞങ്ങൾ സുവിശേഷം പറയാൻ പോകും. അന്ന് ജനം തരുന്നത് പഞ്ചസാര തരും, ചിലപ്പോ 1 കിലോ അരി തരും, ചിലപ്പോ തുണി തരും, എന്താണെങ്കിലും ചിലപ്പോ അങ്ങനെ ഞങ്ങള് 5 രൂപയൊക്കെ തരുന്നതും ഞങ്ങൾ വാങ്ങിക്കുമായിരുന്നു. കാരണം അന്ന് വലിയ ബുദ്ധിമുട്ടാ. അന്നും പാസ്റ്റിന് ഈ പറയും പോലെ എന്തെങ്കിലും ഒരു വശത്തോട്ടുള്ള ബസ് ഫയർ പുള്ളി എടുക്കണം, ഇങ്ങോട്ടുള്ളത് ചർച്ച് ഈ ബൈബിൾ കോളേജിൽ നിന്ന് കൊടുക്കും. അങ്ങനെ പോയി പഠിക്കുന്നത്. അന്ന് വസ്ത്രത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാലയളവാ. എങ്കിലും ദൈവമായ കർത്താവ് അവിടെയും ഞങ്ങളെ ഒത്തിരി മാനിച്ചു. ആ സമയത്ത് അവിടുത്തെ ലാറ്റിൻ കത്തോലിക്കര് ആണ് ഞങ്ങൾ താമസിക്കുന്ന ശംഖുമുഖം ബീച്ചിനോട് ചേർന്നുള്ള ഭാഗത്തുള്ള അവര് ഞങ്ങൾക്ക് നേരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവിടെ ആരാധിക്കാൻ പറ്റൂല, പുള്ളിയുടെ പേര് മാറ്റിയില്ല, പുള്ളി ക്രിസ്ത്യാനി ആയെങ്കിൽ എന്തുകൊണ്ട് സോമൻ എന്നുള്ള പേര് തന്നെ ഇട്ടിരിക്കുന്നു, പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. ഞങ്ങളുടെ അവിടോട്ട് ജനത്തെ ആരാധനയ്ക്ക് വരാൻ സമ്മതിക്കില്ല, വഴിയിൽ അവർ തടയും. അങ്ങനെ ഞങ്ങള് ഒരുപാട് ദിവസങ്ങള് ഞങ്ങൾ ആ ശംഖുമുഖം ബീച്ചിൽ ഒരു മണ്ഡപമുണ്ട്, ഒരു കൽമണ്ഡപമുണ്ട്. അതിനകത്തിരുന്ന് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലോട്ട് ഈ പ്രശ്നങ്ങൾ നിമിത്തം ഏതെങ്കിലും പാസ്റ്റേഴ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ 2 വീലറിലാണ് വന്നാലും അവർ അതിന്റെ കാറ്റഴിച്ചു വിടും. സൈക്കിളാണ് കൊണ്ടുവന്ന സൈക്കിളിനെ അവർ അടുത്ത മതിലിനപ്പുറത്തെടുത്ത് ഇട്ട് കളയും. അങ്ങനെ വലിയ പ്രശ്നമായി. ഞങ്ങളുടെ ബന്ധുക്കൾ വന്നാലും കയറ്റി വിടാതായി. ഞങ്ങളുടെ വീട്ടുകാർക്കൊക്കെ പിന്നെ അങ്ങ് പേടിയായി തുടങ്ങി. കാരണം അവിടെ കാരണം ക്രിസ്ത്യനും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം ഉള്ള സമയവും കൂടെയായിരുന്നു. എങ്കിലും ദൈവമായ കർത്താവ് ഞങ്ങളെ അവിടെ നിർത്തി. പക്ഷെ ഇവരുടെ പ്രശ്ന നിമിത്തം ഞങ്ങളന്ന് സൂസപ്പാക്കി പുള്ളിയെ പോയി ഞങ്ങൾ കണ്ടപ്പോഴും പുള്ളി പറഞ്ഞത്, ഞങ്ങൾക്ക് സഭയ്ക്കൊരു നിയമമുണ്ട്, അതിന് വിരോധമായിട്ട് ആരെയും ഞങ്ങളുടെ അതിർത്തിയിൽ നിർത്തത്തില്ല, നിങ്ങൾ പോയേ പറ്റുള്ളൂ, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റൂല. ഞങ്ങൾ അവരുടെ അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുമല്ലേ, നിങ്ങളെ പോലെ തന്നെ ആരാധിക്കുക, ഞങ്ങൾ എന്തിനാ ബന്ധപ്പെടുത്തുന്നത് എന്നിട്ടൊക്കെ പറഞ്ഞ് പറ്റൂല, നിന്നെയൊക്കെ കടലിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന് കടലിൽ കൊണ്ടുപോയി കളഞ്ഞ ഒരു പട്ടി ഞങ്ങളെ ചോദിക്കില്ല. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട്, ആരും ഒരുപക്ഷെ ചോദിക്കില്ലായിരിക്കും, പക്ഷെ ഞങ്ങളെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് മറുപടി കൊടുത്തേ പറ്റുള്ളൂ, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പിന്നത്തേതിൽ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഇല്ല ഊരു വിലക്ക് പോരായിരുന്നു. ഞങ്ങളോട് മിണ്ടാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഈ മതിലിനകത്തൂടെ എങ്ങനാന്നറിയത്തില്ല, അരിയും സാധനം ആരാ കൊണ്ടിടുന്നതെന്നൊന്നും അറിയില്ല, പൊതികൾ വന്ന് മതിലിനകത്ത് വീഴും. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നാൾ അങ്ങനെ ജീവിച്ചു. ആ സമയത്ത് പിന്നത്തേതില് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിഷമങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എങ്കിലും കർത്താവ് ഞങ്ങളെ അവിടെ നിർത്തി. ആ സമയത്ത് ഞങ്ങളുടെ ആരാധനയ്ക്ക് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ജനം വരുന്നുണ്ട്, ആരാധനയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ പാസ്റ്റർ സ്തോത്ര കാഴ്ച എടുക്കത്തില്ല. അവിടെ വരുന്ന സഹോദരിമാരെല്ലാം പാസ്റ്റർ പറയുന്നത്, ഒരു ഭർത്താവ് വീട്ടിലുണ്ട്, അല്ലാതെ ഒരു ഭർത്താവിനെ കൊണ്ടാ വരുന്നത്, ഈ മുക്കുവരുണ്ട് ആ ഒരു വിഭാഗത്തിൽപ്പെട്ടത്. അതുകൊണ്ട് പാസ്റ്ററെ അങ്ങനെയുള്ള സമ്പത്ത് ഇതിൽ വീണൂടാ, അതുകൊണ്ട് പുള്ളി സ്തോത്ര കാഴ്ച എടുക്കത്തില്ല. അവര് മീനോ എന്തേലും ഒക്കെ കൊണ്ടുവന്നാലും പാസ്റ്ററെ വേണ്ട എന്ന് പറയും. അപ്പൊ ഇവരെന്നോട് കരയും, എന്താ ആന്റി വാങ്ങിക്കാത്ത എന്നൊക്കെ പറഞ്ഞോട് കരയും. പക്ഷെ പാസ്റ്ററെ ഇല്ല, വാങ്ങിക്കത്തില്ല. അങ്ങനെ ഞങ്ങള് പാസ്റ്റർ ഒന്നും വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ ഒത്തിരി വിഷമിക്കാൻ തുടങ്ങി. ഒരു 40 സെന്റിനകത്ത് നിറച്ചുള്ള ഒരു വലിയ വീടാ, കുവൈറ്റ് ആന്റിയുടെ വീടെന്നാ പറയുന്നത്. ആന്റിയൊക്കെ കുവൈറ്റിൽ നിന്ന് 90-ലെ യുദ്ധത്തിന്റെ സമയത്ത് നാട്ടിൽ പോകുന്നവരാ. പിന്നെ ആന്റി മാത്രം അവിടെ ഉണ്ട്. പക്ഷെ ആന്റിയുടെ അനിയത്തിയുടെ വീട്ടിൽ പോകും. ഇവിടെ ഒരു 3-4 പട്ടിയും ഒരു പശുവും ഒക്കെ ഉണ്ട്. ഞങ്ങളും അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പശുവും പട്ടിയെല്ലാം ഞങ്ങളുടെ മേലായി. ഒരു സാധനവും ഇല്ല, അരിയോ സാധനമൊന്നുമില്ല. ആദ്യം പട്ടിക്ക് അന്നൊക്കെ റേഷൻ അരി എന്ന് പറഞ്ഞാൽ പുഴുവൊക്കെ ഉള്ള അരിയാ.
ആ അരി വരെ എടുത്ത് ചോറ് വെച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ആയപ്പോ ഒന്നുമില്ല. ഞാൻ അവിടെ വെച്ച് ആദ്യമായിട്ട് ദീർഘദിവസം പട്ടിണി കിടക്കുന്നത്. 19 ദിവസം ഒരു ആഹാരവും ഇല്ല, കാരണം വെള്ളവും ഇല്ല. അവിടുത്തെ കിണറെന്ന് പറയുമ്പോ ഇങ്ങനെ തൊടിയിറക്കിയ കിണറാ, പക്ഷെ ഇങ്ങനെ തൊടിയിലെ 4 വശത്തൂടെ എലി ഓടും. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. പൈപ്പ് ലൈനിലെ വെള്ളവും പലപ്പോഴും ഇല്ലാതായി. ഞങ്ങൾക്ക് അടുത്ത ഒരു വീട്ടിലും പോയി അവിടെ ആരെയും വലിയ പരിചയവും ഇല്ല. ആ സമയത്ത് വളരെ ബന്ധപ്പെട്ട് ഗ്യാസ് തീർന്നു, ഒരു വകയും ഇല്ലാത്തൊരു അനുഭവത്തിലൂടെ ഈ 19 ദിവസം ഇങ്ങനെ കടന്നുപോയി. അപ്പോള് ദൈവമായ കർത്താവ് മലബാറിന്റെ പ്രദേശത്ത് നിന്ന് ഒരു സരസ്വതി എന്നും പറഞ്ഞ്, അത് ഹിന്ദുവിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു ടീച്ചറിനെ ദൈവമായ കർത്താവ് ഞങ്ങളെ കാണിച്ചു കൊടുത്തു. അപ്പൊ ടീച്ചറിന് അവിടുന്ന് പ്രൊമോഷനോട് കൂടി ട്രാൻസ്ഫർ ആയി. അപ്പൊ GV രാജ സ്പോർട്സ് സ്കൂളിലേക്ക് ടീച്ചറിന് മാട്രനായിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ കൊടുത്ത്, ടീച്ചർ മലബാറിൽ നിന്ന് വരുന്നതിന്റെ തൊട്ട് തലേ ദിവസം ദൈവം ഞങ്ങളെ കാണിച്ചു കൊടുത്തു എന്നാ ടീച്ചർ പറയുന്നത്. എന്നിട്ട് പറഞ്ഞ്, നീ അവർക്ക് ചെന്നിട്ട് ഭക്ഷണം കൊടുക്കണം. അപ്പൊ ടീച്ചർ പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? എന്റെ കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ദൈവം പറഞ്ഞു, നീ പോകുന്നിടത്ത് ഭക്ഷണം ധാരാളമുണ്ട്, കലവറയാ, നീ അവിടുന്ന് ഭക്ഷണം കൊണ്ടുപോയി അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ പിന്നെ തലേന്ന് രാത്രിയിൽ അവിടുന്ന് ട്രെയിൻ കയറി രാവിലെ ട്രിവാൻഡ്രത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടുന്ന് ടാക്സി വിളിച്ച് GV രാജ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ടീച്ചർ വിചാരിച്ചൊന്ന് കിടന്നുറങ്ങാം. ഇന്നലെ മൊത്തം യാത്ര ചെയ്തല്ലേ, ഉറങ്ങാന്ന് വിചാരിച്ച് ടീച്ചർ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ ചെന്നപ്പോ അവിടെ ഇരിക്കുന്ന ഭക്ഷണങ്ങൾ കണ്ടപ്പോ തന്നെ ടീച്ചറിന് അങ്ങ് അതിശയം തോന്നി. കാരണം ബ്രെഡും ഉപ്പുമാവും പഴവും മുട്ടയൊക്കെ പുഴുങ്ങി ശരിക്കിരിക്കുവാണ്. അപ്പോഴ് ടീച്ചർ വിചാരിച്ചെന്ന് എന്തായാലും എടുത്ത് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ. അപ്പൊ ദൈവം പെട്ടെന്ന് ടീച്ചറിനെ ഇങ്ങനെ ഹൃദയത്തിൽ ഓർമ്മിക്കുന്നു, കണ്ടോ ഭക്ഷണം ധാരാളം ഇരിക്കുന്നു, നീ ഇതിൽ നിന്നെല്ലാം എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാത്തിൽ നിന്നും എടുത്ത് വലിയൊരു അന്നത്തെ മോഡേൺ ബ്രെഡ് വലിയ നീളത്തിനാണ്, ബ്രെഡും ഒക്കെ എടുത്ത് 3-4 കുട്ടികളോട് പറഞ്ഞ്, എനിക്ക് ഒരു സ്ഥലത്ത് വരെ പോകണം, നിങ്ങളും കൂടെ എന്റെ കൂടെ ഒന്ന് വരാമോന്ന് കേട്ടു. അപ്പൊ ടീച്ചർ വന്ന്, പിള്ളേരുമായിട്ട് പരിചയമൊന്നും ആയിട്ടില്ല എങ്കിലും ടീച്ചർ വിളിച്ച കുട്ടികൾ കൂടെ വന്നു. അപ്പൊ ടീച്ചറിന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് GV രാജ സ്കൂള് കാണാം, പക്ഷെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് വരാൻ പറ്റില്ല, ചുറ്റിക്കറങ്ങിയേ വരാൻ പറ്റും. ടീച്ചറിന് പക്ഷെ ആ വഴിയെല്ലാം ദൈവം കാണിച്ചു കൊടുത്തിരുന്നു എന്നാ പറയുന്നത്. കറക്റ്റ് ടീച്ചർ ഗേറ്റിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോ പാസ്റ്റർ ഇറങ്ങി ചെന്നപ്പോഴ് ടീച്ചർ കേട്ട്, പാസ്റ്റർ ആണോ എന്നിട്ട് പറഞ്ഞു, ആണെന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്ററെ കാണാൻ വന്ന എന്ന് പറഞ്ഞു. പിന്നെ പാസ്റ്റർ വന്ന് ചാവി എടുത്തുകൊണ്ട് ഗേറ്റ് തുറന്നവര് അകത്ത് കൊണ്ടുവന്ന്, ടീച്ചർ വന്ന് പിള്ളേരെല്ലാം കൊണ്ടുവന്ന് കവറുകളെല്ലാം ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ടീച്ചർ ഞങ്ങളോടൊപ്പം ആ പായലിരുന്നു. അപ്പൊ ഞങ്ങൾ എന്നും ഇതുപോലെ പായലിരിക്കും, പ്രാർത്ഥിക്കും, പാസ്റ്റർ പ്രസംഗിക്കും, ഞാൻ കേട്ടോണ്ടിരിക്കും, ഞാൻ നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കും. ഒരു 10-20 പേര് ഇരിക്കുന്നത് പോലെ ഞങ്ങൾ ആരാധിക്കും. അത് കഴിയുമ്പോൾ ഞാൻ തളർന്നു കിടക്കും. അങ്ങനെ ഞാൻ ഓരോ ദിവസം കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ടീച്ചർ വന്നിട്ട് പറഞ്ഞ്, ഫസ്റ്റ് കുറച്ചു നേരം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ടീച്ചറായിട്ട്, ഫസ്റ്റ് ഭക്ഷണം കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോന്നുണ്ട്. അപ്പൊ ഫാസ്റ്റ് പറഞ്ഞ്, ടീച്ചറെ ഞങ്ങള് ഫാസ്റ്റിങ്ങിലാണ്, ഇന്ന് 19ാമത്തെ ദിവസമാണ്, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാതിരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ പിന്നെ എണ്ണീറ്റ് പോയി കിച്ചണിൽ പോയി എല്ലാം നോക്കിയിട്ട് വീണ്ടും വന്നിരുന്നിട്ട്, ഫാസ്റ്റ് ഭക്ഷണം കഴിച്ചാണോ? അപ്പൊ ഫാസ്റ്റ് പറഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞ്, ഫാസ്റ്ററെ ഇനി വിശുദ്ധ കള്ളമൊന്നും പറയണ്ട, എന്നെ ദൈവം അയച്ചിട്ടാ ഞാൻ വന്നത്, ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണവും കൊണ്ടാ വന്നത്, നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തരണമെന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ വന്നതാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടപ്പോ തന്നെ ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് വീണ നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നു, അങ്ങ് ഇത്രയും സ്നേഹിക്കാനും വേണ്ടിയിട്ട് ഞാൻ എന്താ കർത്താവേ എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. പിന്നെ അവിടുന്ന് വരുന്ന ആ 4 വർഷം ഞങ്ങൾക്ക് ആ GV രാജ സ്പോർട്സ് സ്കൂളിലെ ഒരു ഭക്ഷണവും പുറത്തു പോകാൻ പാടില്ല. ആർക്കും അവിടെ ജോലി ചെയ്യുന്നവർക്ക് പോലും കൊണ്ടുപോകൂടാ. ബാക്കി വരുന്ന ഭക്ഷണം അവിടെ തന്നെ കുഴിയെടുത്ത് മൂടുക ചെയ്യുന്നത്. അങ്ങനെ കാരണം സ്പോർട്സ് കോട്ടയിലുള്ളത്, അത് ആർക്കും പുറത്ത് കൊടുക്കൂടാ. പക്ഷെ ഞങ്ങൾ 4 വർഷം അവിടുത്തെ ഭക്ഷണം കഴിച്ചു. ദൈവമായ കർത്താവ് അവിടുത്തെ ടീച്ചേഴ്സിനെയും അവിടുത്തെ കുട്ടികളെയും ആണ് കൂടുതൽ ഞങ്ങളുടെ വിശ്വാസികളായിരുന്നത്. അങ്ങനെ ദൈവം ഞങ്ങളെ ആ ദേശത്ത് മാനിച്ചു.
അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ആ ദേശത്ത് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴ് 1000 രൂപയാ പാസ്റ്റിനുള്ള സപ്പോർട്ട്. അതില് 100 രൂപ അപ്പോഴത്തന്നെ അവിടെ ദശാംശം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 900 രൂപയും കൊണ്ട് വന്നിട്ട് മോൻ വീട്ടിൽ അമ്മയുടെയൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. അവിടെ 300 രൂപ കൊടുക്കും മോന് പാല് മേടിക്കാന്. ബാക്കി 600 രൂപയും കൊണ്ട് വന്നിട്ടാ ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. എങ്കിലും ഞങ്ങൾക്ക് ഉള്ള ഭക്ഷണം കഴിക്കാൻ നേരമാകുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒത്തിരി പേര് കാണുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ രാവിലെ ഇതുപോലെ മീറ്റിംഗ് ഉണ്ട്, പോകാൻ ഇറങ്ങിയപ്പോ അമ്മ പറഞ്ഞു, കൊച്ചെ മുളകും ഉപ്പും ഒക്കെ ഉണ്ട്, പക്ഷെ തേങ്ങ ഒരു ശകലം പോലും ഇല്ല. ഇനി കഞ്ഞി വെച്ചാൽ അതിന് സമ്മന്തി അരയ്ക്കണമെങ്കിൽ തേങ്ങയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ദൈവം കരുതിക്കൊള്ളൂ അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചിരിച്ചു. ഞാൻ പറഞ്ഞു ദൈവം കരുതിക്കൊള്ളു, അല്ലെങ്കിൽ അമ്മ ഞാൻ തിരിച്ചു തരട്ടെ, ആരെങ്കിലും എന്തെങ്കിലും തരുമല്ലോ. അപ്പോഴും വന്നിട്ട് ഞാൻ നമുക്ക് തേങ്ങ മേടിക്കാം, അതുവരെ അമ്മ എന്തേലും ചെയ്യും, ദീപുവിന് എന്തെങ്കിലും എന്തേലും ചെയ്ത് കൊടുക്കമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ അമ്മ പോയിരുന്നു അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു കാക്ക ഒരു മുറി തേങ്ങ കൊണ്ടുവന്ന് പടിയിൽ വെച്ചു. എന്നിട്ട് കാക്ക പറന്നുപോയി. അപ്പൊ അവിടുത്തെ കാക്ക ഇച്ചിരൂടെ നമ്മുടെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ളത് ഇച്ചിരൂടെ വലുതാ, കടപ്പുറത്തെ കാക്ക. അപ്പൊ അത് അങ്ങ് പറന്നുപോയി. ഇച്ചിരി കഴിഞ്ഞപ്പോ വീണ്ടും അതുപോലെ, കാരണം അതിൽ വെള്ളത്തിന്റെ അംശം പോലും പോയിട്ടില്ല, ഉടച്ചു വെച്ചതിന്ന് എടുത്തോണ്ട് വരും പോലെ വീണ്ടും പോയി. 3 പ്രാവശ്യം അങ്ങനെ 3 പ്രാവശ്യം കൊണ്ടുവച്ചു. 4 മുറി തേങ്ങ അന്ന് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 3 ദിവസം തുടർച്ചയായിട്ട് ഈ 4 മുറി തേങ്ങ കൊണ്ടുവയ്ക്കും. ഈ 3-ാമത്തെ ദിവസം ഞാൻ തൊട്ടടുത്ത് ഒരു മൊത്തമക്കാരൻ, അപ്പൊ LC-സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങൾക്ക് ഒരു 10 തേങ്ങ അപ്പുറത്തുനിന്ന് മേടിച്ച് തരാമോ? ഞങ്ങൾക്ക് ആരും ഒന്നും തരത്തില്ല, കാരണം നമുക്ക് തന്നു എന്നറിഞ്ഞാൽ അവർക്ക് പ്രശ്നം. അന്നേരം അവര് 10 തേങ്ങ എനിക്ക് മേടിച്ചു തന്നു. ആ 10 തേങ്ങ കൊണ്ടുവന്നിട്ട് അന്ന് മുതൽ പിന്നെ കാക്ക വന്നില്ല. അങ്ങനെ ഞങ്ങളെ അവിടെ ദൈവമായ കർത്താവ് കാക്കയിലൂടെ, ഏലിയാവിനെ കാക്കയിലൂടെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അതിശയമല്ല, കാരണം ഞങ്ങളെ അതിലും അത്ഭുതമായിട്ട് ദൈവം പോഷിപ്പിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ ആ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയില് ഞങ്ങള് 2000 ഞങ്ങള് ശംഖുമുഖത്തുനിന്ന് തിരിച്ചു പോരുക. തിരുവനന്തപുരത്തുനിന്ന് ഞങ്ങൾക്ക് പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പൊ ഞങ്ങള് അന്ന് ചാക്കോ സാറ് അമേരിക്കയിൽ നിന്ന് വന്നപ്പോ ഞങ്ങൾ എയർപോർട്ടിന് തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് നേരെ സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞപ്പോ സാറ് പറഞ്ഞു, ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ട, കർത്താവിന് അവര് മലമേൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ഒരുങ്ങിയപ്പോ കർത്താവ് അവിടുന്ന് മറഞ്ഞു പോയി. അതുപോലെ നമുക്ക് ഇവിടുന്ന് അങ്ങ് മാറിപ്പോവാം, പിന്നെ കർത്താവ് ചെയ്യേണ്ടത് ചെയ്തോളും, നമുക്ക് ഇവിടുന്ന് അങ്ങ് മാറിപ്പോവാന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെ ഞങ്ങളെ അവിടുന്ന് എല്ലാം വണ്ടി കയറ്റി ഞങ്ങളെ പേരൂർക്കടയ്ക്ക് കൊണ്ടുവന്നു. പേരൂർക്കട വന്ന് ഞങ്ങൾ അവിടെ വന്നപ്പോഴ് അവിടുത്തെ പാസ്റ്ററും ഭാര്യയും കൂടെ ഞങ്ങളോട് കരയാൻ തുടങ്ങി. അവർക്ക് അവിടെ ഒരു തയ്യൽ കടയിൽ ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവർ കുഞ്ഞിനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അവിടെ നിൽക്കുക, അവരെ തെന്മലയ്ക്ക് വിട്ടാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാന്ന് കരഞ്ഞു. അന്നേരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ അവിടോട്ട് പോവാം, ഞാൻ 2 വർഷം കൂടെ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞു. പിന്നെ ആ പാസ്റ്ററിന്റെ കണ്ണുനീര് കണ്ടിട്ട് ഞങ്ങള് തെന്മലയ്ക്ക് പോന്നു. തെന്മല വന്നപ്പോഴും അവിടെയാണെങ്കിൽ കുരങ്ങിന്റെ ഭയങ്കര ശല്യം. അപ്പൊ ദീപുവിനെ കൊണ്ട് അവിടെ ഞങ്ങൾക്ക് പോകാനും പാടാണ്, ഇങ്ങനെ ഒത്തിരി ഏറ്റം കയറി പോകണം. ഏറ്റവും എന്ന് പറയുമ്പോ റോഡിൽ നിന്നുള്ള സ്റ്റെപ്പ് കയറിയ ചർച്ചിൽ പോകാനുള്ളത്. അന്നേരം ഞങ്ങള് എങ്ങനാ എന്നുള്ള ചിന്തയിലിരിക്കുമ്പോ ഞങ്ങള് സെൻട്രൽ പാസ്റ്റർ നമ്മുടെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ മോനെ അവിടെ കൊണ്ടുപോകരുത്, നിങ്ങള് അവിടെ താമസിക്കുന്നെങ്കിൽ നിങ്ങൾ മോനെ അവിടെ കൊണ്ടുപോകരുത്, വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടും, അതുകൊണ്ട് നിങ്ങൾ മോനെ കൊണ്ടുവരുന്നു. അപ്പൊ പാസ്റ്റർ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞ്, അതെന്തോ കാഴ്ചപ്പാടാ പാസ്റ്ററെ എന്ന് കേട്ട് സെൻട്രൽ പാസ്റ്ററിനോട് ചോദിച്ചു, അതെന്തോ കാഴ്ചപ്പാടാ? ഈ കാഴ്ചപ്പാടിനോട് എനിക്ക് ഒരിക്കലും ചേർന്ന് നിൽക്കാൻ പറ്റില്ല, കാരണം എന്റെ മോൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ വിശ്വാസം എങ്ങനെ നഷ്ടപ്പെടും? ഇവരില് ദൈവമഹത്വം വെളിപ്പെടുത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പൊ പിന്നെ വിശ്വാസികളുടെ വിശ്വാസം എങ്ങനെ പോകുന്നു പറഞ്ഞാൽ അവിടെ അവർ തമ്മിൽ ഇത്തിരി ഒന്ന് സ്പ്ലിറ്റ് ആയി. പാസ്റ്റർ ഉടനെ തന്നെ റെസിഗ്നേഷൻ ലെറ്ററും കൊടുത്തു. പിന്നത്തേതിൽ ഞങ്ങളുടെ അവസ്ഥ വലിയ പരിതാപകരമായി. എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ ഞങ്ങൾ താമസിച്ച വീട്ടിലെ അവർക്ക് പശു ഉണ്ട്, ഞാനും ചേച്ചിയും കൂടെ പശുവിന് പോച്ച അറുത്ത് കൊടുക്കും. നല്ല ശരിക്ക് പോച്ച അവരുടെ അയത്തുണ്ട്, 2 കെട്ട് പോച്ച അറുത്തോണ്ട് കൊടുക്കും. അപ്പൊ അവര് 1 മൊന്ത പാൽ എല്ലാ ദിവസവും ദീപുവിന് കൊണ്ടുതരും. അപ്പൊ എനിക്കതൊരു നാണക്കേട്, കാരണം ഒന്നും പൈസ കൊടുക്കാതെ എങ്ങനെ പാല് മേടിക്കുന്നത്. അതുകൊണ്ട് അവര്
പോച്ച ഞങ്ങൾ അറുത്തു കൊടുക്കും. അങ്ങനെ അവരുടെ അയ്യത്ത് നിന്ന് കുറച്ച് റബ്ബർ അത് അവർ വെട്ടാതെ കുറെ കാലം കൊണ്ട് കിടക്കുമായിരുന്നു. അതിൽ നിന്നൊരു 10 റബ്ബർ ഞാൻ ഇങ്ങനെ ചീകി നോക്കിയപ്പോ നല്ല പാലുണ്ട്. ഓരോ ഷീറ്റ് വീതം കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ച്. ആ സമയത്ത് ഞങ്ങൾക്ക് സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഈ ഊട്ടിയുടെ പ്രദേശത്തേക്ക് വരേണ്ടി വന്നു. അങ്ങനെ ഒരു 10 ദിവസത്തെ ടൂറും അല്ല, നമ്മുടെ സുവിശേഷ വേലയായിരുന്നു. പക്ഷെ പാസ്റ്റർ കയ്യിൽ വെറും 10 രൂപയുള്ളൂ. ഞങ്ങള് 6 ദിവസവും ഞങ്ങൾക്ക് ഒരു ഭക്ഷണവും ഇല്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു ഭക്ഷണവും ഇല്ല. വെള്ളമൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുടിച്ച് അങ്ങനെ പോവായിരുന്നു. 6ാമത്തെ ദിവസം മലമ്പുഴ വന്നപ്പോഴേക്ക് അവിടുത്തെ മലയാളി ഹോട്ടലില് ഈ ബസ്സിലെ ക്ലീനർക്കും ഡ്രൈവർക്കും 2 പേർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും. അന്നാ ഞങ്ങൾ നിറച്ച് ചോറുണ്ടത്. അതുവരെ ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ദൈവമായ കർത്താവ് ആ പോയ പ്രദേശത്ത് മുഴുവന് സുവിശേഷം പറയാനും ഒരിടത്ത് പോലും മുടങ്ങാതെ ഞാൻ പ്രസംഗിക്കാനും ദൈവം എന്നെ ഇടയാക്കി. എന്റെ ശബ്ദത്തിന് ഒന്നിനും ഒരു പ്രശ്നമില്ല. ഊട്ടിയിൽ ചെന്നപ്പോഴേക്ക് എന്റെ ചെവി അടഞ്ഞു. ആ ചുരം കയറിയപ്പോഴത്തേക്ക് എന്റെ ചെവി അടഞ്ഞു. പക്ഷെ എന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പം വന്നില്ല. ദൈവമായ കർത്താവ് അവിടെയും നടത്തി. ഈ 2003 വരുമ്പോൾ 2002 മുതൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ, ഞങ്ങൾക്ക് അപ്പോഴേക്കൊരു ചെറിയ വീടായി. ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോഴ് ഞങ്ങള് ചെയിൻ പ്രയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ശരിക്കും ജനം വരും. ആ ചെയിൻ പ്രയറില് ഓരോരുത്തരുടെയും വിഷയം വെച്ചിട്ട് ഞങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വിഷയത്തിന്മേൽ അത്ഭുതകരമായ വിടുതലുകളാണ് നടക്കുന്നത്. വിവാഹം കഴിയാത്ത കുട്ടികൾക്ക് വിവാഹം, പഠിച്ച കുട്ടികൾക്ക് ജോലി, കടബാധ്യത ഉള്ളവർക്ക് വീട് വെക്കേണ്ടവർക്ക്, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾക്ക് വിടുതലായി. ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ചു. ദൈവം എന്നെ കാണിച്ചു, വിഷൻ കാണിച്ചു, ഒരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ പറ്റും? അപ്പൊ ഞാൻ എന്റെ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു ദൈവം കാണിച്ചാൽ പിന്നെ എന്തിനാ സംശയിക്കുന്നത്, ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് എവിടെ ചെയ്യും, അതിന് സ്ഥലം വേണ്ടേ, അതിന് ആലയം വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ ആ ദേശത്ത് തന്നെ ഒരു വീട്ടിലെ ഒരച്ഛ ബോംബെന്ന് പുള്ളി അവിടെ നാട്ടിൽ വന്നിട്ട് പുള്ളിക്ക് അവിടെ സ്ഥലം മേടിക്കണം. അപ്പൊ ഈ കമ്പനിക്കാരുടെ, അതായത് എസ്റ്റേറ്റിന്റെ കുറെ ഭാഗം. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരുങ്ങി അഡ്വാൻസ് 15 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തു. 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അന്ന് ഈ ആധാരം എഴുതുന്ന മുദ്രപത്രത്തിന് ക്ഷാമം വന്ന സമയം, മുദ്രപത്രം ഇല്ല. അപ്പൊ ഇവര് ഞങ്ങളെ വിളിച്ചു, ആരോ പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചതുപോലെ അതിന്റെ 3ാമത്തെ ദിവസം പത്രമല്ല ആയി, ആ വസ്തു എഴുതാൻ പറ്റി. അപ്പൊ അത് എഴുതി വസ്തു വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേ അച്ഛൻ അവിടെ താമസിക്കാൻ വയ്യ. കാരണം അത് നേരത്തെ ഒരു ഇറ്റലിക്കാരാ അവിടെ താമസിച്ചിരുന്നത്. അതുമല്ല ഈ കമ്പനിയിലെ ജോലിക്കാർ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഇടമായിരുന്നു. അവിടെ കുറെ രക്തച്ചൊരിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അച്ഛൻ അവിടെ കിടക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റണില്ല. അങ്ങനെ അച്ഛൻ വീണ്ടും ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു കുരിശടി ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛാ കുരിശടിയല്ല, ഇവിടെ പ്രാർത്ഥനയെ ആവശ്യം. അപ്പൊ അച്ഛൻ പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പൊ അവിടെ ഒരു വലിയ ഷെഡ്, അതായത് പണ്ടത്തെ തൊഴുത്തും ഈ നെല്ല് കൊയ്ത് കൊണ്ടുവയ്ക്കുന്ന ഇതാ, ആ വലിയൊരു കെട്ടിട. അപ്പൊ അത് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് വിട്ടു തന്നു. അങ്ങനെ 2003 കർമേൽ പ്രയർ സെന്റർ എന്നും പറഞ്ഞ് കർമേൽ പ്രയർ സെന്റർ കൗൺസിലിംഗ് സെന്ററുമായിട്ട് ഞങ്ങൾ അവിടെ ആരംഭിച്ചു 2003. കാരണം അത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചത് 3 പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനം, 2 ജില്ലകളുടെ എൻഡ്, അതാണ് എനിക്ക് അടയാളം തന്നത്. അപ്പൊ കറക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ആ ദേശത്ത് പെരിങ്ങമല പഞ്ചായത്ത് 3 പഞ്ചായത്താ, കുളത്തുപുഴ പഞ്ചായത്ത്, പെരിങ്ങമല പഞ്ചായത്ത്, ചിതറ പഞ്ചായത്ത്, 3 പഞ്ചായത്തിന്റെയും എൻഡ് വരുന്ന സംഗമസ്ഥാനാണ്. കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും എൻഡ്. അപ്പൊ കറക്റ്റ് കർത്താവ് പറഞ്ഞ എത്ര വാസ്തവമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ വെക്കേണ്ട ബോർഡിന്റെ എംപ്ലോ എല്ലാം ദൈവം തന്നാണ് കർമേൽ പ്രയർ സെന്റർ സ്റ്റാർട്ട് ചെയ്തത്. ഒത്തിരി നാള് ഭയങ്കര അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ നടക്കുന്നിടായിരുന്നു. പാസ്റ്റർ മരിച്ചതോടെ ആരാധനയില്ല. പാസ്റ്റർ ഇല്ലാതെ വന്നപ്പോ ഞങ്ങക്ക് പറ്റാതായല്ലോ, എനിക്ക് പോകാൻ നോക്കാതായി. അങ്ങനെ ആരാധനയൊക്കെ അങ്ങ് നിന്നു.
എങ്കിലും ദൈവമായ കർത്താവ് തന്നെ ഈ പറയും പോലെ അതിനുശേഷമുള്ള സമയങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ദൈവം അയക്കുവാൻ. എന്റെ മോനെ 13 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മോന് 42 വയസ്സുണ്ട് പാസ്റ്റർ. ദൈവമായ കർത്താവ് കാരണം ഞങ്ങള് 95 സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ വന്നു. അന്ന് മുതല് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ പൂർണ്ണ സമയമായിട്ട് നിന്നു. ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചതുപോലെ ഞങ്ങൾ ഈ പോർട്ടയിൽ പോയെന്ന് പറഞ്ഞല്ലോ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയ ആ ദിവസങ്ങളിൽ തന്നെ ഞങ്ങള് ഈ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇതാണ്. അവിടെ ഞങ്ങൾ മോനെ കൊണ്ടുവന്നപ്പോഴും പറഞ്ഞത്, മോന് പൂർണ്ണ സൗഖ്യം കാണിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴാന്ന് ദൈവം കാണിക്കുന്നില്ല. അന്ന് ഞങ്ങളുടെ കണ്ണുകൊണ്ട് അനേക രോഗികളുടെ വിടുതൽ ഞങ്ങൾ കണ്ടതാ. കാരണം ഇങ്ങനെ മൂത്രം ഇങ്ങനെ ഒഴിക്കുകയും ഇങ്ങനെ തുണി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെയൊക്കെ ആ നിമിഷത്തില് ആ മൂത്രം ഇങ്ങനെ പോകുന്നത് നിന്നു. അതുപോലെ ചേട്ടനും അനിയനും കൂടെ വഴക്കൂടിയിട്ട് അനിയനെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് അവന്റെ ശബ്ദം 4 വർഷമായിട്ട് നഷ്ടപ്പെട്ടത് പ്രാർത്ഥിച്ച ആ നിമിഷത്തില് ആ കുഞ്ഞിന് യേശുവേ എന്ന് വിളിച്ച് ശബ്ദം വന്നു. അതുപോലെ കാഴ്ചയില്ലാത്ത ഒരു കാഴ്ച പ്രാപിച്ചു, മുഴ മാറി, ക്യാൻസർ മാറി. ഇതൊക്കെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ, അവിടെ നിമിഷം കൊണ്ട് കണ്ടതാ. പക്ഷെ ദീപുവിന്റെ കാര്യത്തില് ഇങ്ങനെ പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള വിടുതല, പക്ഷെ എപ്പോഴാന്ന് കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കണം, നിങ്ങൾ ദൈവ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങണം. അങ്ങനെ ഞങ്ങള് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങളുടെ എല്ലാ നന്മകളും വിട്ടിട്ട്, അല്ലെങ്കിൽ ജോലിയൊക്കെ വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി വേർതിരിയായിരുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയുടെ മുഖത്ത് പാലോടിന്റെ പ്രദേശത്ത് ഞാൻ പറഞ്ഞല്ലോ, ചർച്ചിൽ നിന്ന് ഫസ്റ്റ് റെസിഗ്നേഷൻ കൊടുത്ത് മാറി എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്റെ മോന് 2008 ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഫാസ്റ്റിന്റെ താടിയെല്ല് പൊട്ടി. അത് ഞങ്ങള് റാന്നി എന്ന് പറയുന്ന പ്രദേശത്ത് ശുശ്രൂഷ കഴിഞ്ഞിട്ട് രാത്രിയിൽ വരുമ്പോഴായിരുന്നു. രാത്രി 9:30 ആണ് അങ്ങനെ. അപ്പൊ അവിടുന്ന് ബന്ധനം അഴിച്ചപ്പോഴേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ അപകടം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് ഓരോരുത്തരുടെ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് അന്ന് 2 വീലറാ. അപ്പൊ എനിക്കിങ്ങനെ ആരാധിച്ച് അതിനെ നീക്കാനുള്ള സമയം കിട്ടില്ല, ഫോണില് പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട്. അപ്പൊ അവിടെ വെച്ച് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായത്. അങ്ങനെ പാസ്റ്റിന്റെ കൈ ഒടിഞ്ഞ് പാസ്റ്റ് മരിക്കുന്നത് വരെ ഈ കയ്യിൽ കമ്പി കിടക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങള് പാലോടിന്റെ പ്രദേശത്തായിരുന്നു പാസ്റ്റിന്റെ. അന്ന് ഞങ്ങൾക്ക് ശുശ്രൂഷ അവിടുത്തെ ഒരു സഭയിലായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങള് പിന്നത്തേതിൽ പാസ്റ്റ് സഭാ ശുശ്രൂഷ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. മോന്റെ അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ പൂർണ്ണമായിട്ട് സഭാ ശുശ്രൂഷ വിട്ടിട്ട് മോന്റെ, കാരണം സഭയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോ വിശ്വാസികൾ പ്രത്യേകം പറഞ്ഞു, വേണ്ട പാസ്റ്റർ അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾക്ക് പാസ്റ്റർ നിന്നാ മതി ബാക്കി കാര്യം. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് അത് സന്തോഷമൊന്നും തോന്നുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോ എനിക്ക് അപ്പോഴെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷമാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ എവിടെയാണെങ്കിലും വരും, അതുകൊണ്ട് ഞാൻ സഭാ ചാർജ് വിടുവാന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ ചണ്ണപ്പേട്ടയുടെ പ്രദേശത്ത് വന്ന് അവിടെ 4 വർഷം താമസിച്ച് അവിടുന്ന് ഞങ്ങൾ അഞ്ചൽ വന്നു. അഞ്ചലിലേക്ക് വന്ന് അതും ദൈവം കാണിച്ചിട്ടാ വന്നത്. പക്ഷെ ഇങ്ങനെ എന്നെ ചൂണ്ടുപലക പോലെ കാണിച്ച് അവിടോട്ട് പോകാൻ കാണിച്ച് പിന്നെ തെക്കോട്ട് പോകുന്നു. ഇപ്പൊ ഞങ്ങൾ തെക്കോട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ദൈവമായ കർത്താവ് ഞങ്ങളെ അഞ്ചലിൽ കൊണ്ടുവന്ന് 4 വർഷം ഒരു വീട്ടിൽ താമസിച്ചു. അവിടുന്ന് 2 വർഷം ഞങ്ങൾ അടുത്തൊരു വീട്ടിലോട്ട് മാറി ഞങ്ങൾ ആ വീട്ടിലോട്ട് വന്നപ്പോഴും അവിടെ വെച്ച് എൻ്റെ അമ്മ മരിക്കുന്നു. അമ്മ മരിച്ച 6 മാസം കഴിഞ്ഞപ്പോഴേ, അമ്മ മരിക്കുന്ന സമയത്തും കോവിഡിന്റെ പ്രശ്നങ്ങളുണ്ട്, എങ്കിലും അത്ര പ്രയാസമല്ല. ഈ ഞങ്ങളുടെ ചർച്ചില് ഈ കോവിഡിന്റെ സമയത്ത് ആരാധന ഉണ്ടായിരുന്നു. നമ്മുടെ ചർച്ച് AC ആയതുകൊണ്ട് ശബ്ദം ഒന്നും പുറത്ത് പോകാത്തത് കൊണ്ട് ആരാധന നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൈ കൊടുക്കും, ചുംബനമൊന്നും കൊടുക്കില്ലെങ്കിൽ കൈയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ ചർച്ചിൽ ഞങ്ങളുടെ പാസ്റ്റിനും കുടുംബത്തിനും ഒക്കെ കോവിഡ് വന്നു. ആ സമയത്താണ് ഞങ്ങളുടെ പാസ്റ്റിന് ഇതുപോലെ പനി വന്നത്. എനിക്ക് അതിനു മുമ്പ് വന്ന് മാറിക്കാണുമെന്ന് എനിക്ക് തോന്നണേ. എനിക്കില്ലായിരുന്നു, എനിക്ക് നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ മോനും എൻ്റെ ചേച്ചിക്കും പാസ്റ്റിനും പോസിറ്റീവ് ആയിരുന്നു. അന്നേരം ഞങ്ങളുടെ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞ്, പാസ്റ്റർ പോയി നമ്മൾ ടെസ്റ്റ് ചെയ്താല് ഇത് പോസിറ്റീവാണ്, കോവിഡാണ്, പോകണ്ട എന്ന് പറഞ്ഞ് പാസ്റ്റർ തന്നെ കുറച്ച് ടാബ്ലറ്റും മൾട്ടി വൈറ്റമിനും എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നു. അത് കഴിച്ചു. പക്ഷെ പാസ്റ്റിന് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാസ്റ്റർ എല്ലാ ദിവസവും കുളിക്കുകയും ചെയ്തു. എന്താണെങ്കിലും ആവിയൊക്കെ കൊള്ളുമായിരുന്നു.
പക്ഷെ ഇത്രയും ഇങ്ങനെ ഒരു ചിന്തയിലേക്കേ പോയില്ല. പാസ്റ്ററിന്റെ പൂർണ്ണ വിശ്വാസം നമുക്ക് കോവിഡ് വരുത്തി. നമ്മൾ പാസ്റ്റർ എപ്പോഴാ 91 സങ്കീർത്തന എന്നോട് പറയുന്നു, നമ്മള് ദൈവത്തിന്റെ അത്യുന്നതിന്റെ നിഴലിലാ നമ്മൾ, സർവശക്തിന്റെ മറവിലാ നമ്മള്, പിന്നെ നമുക്ക് എന്തിന് കോവിഡ് വരുന്നത് എന്നിങ്ങനെ പാസ്റ്ററിന്റെ ആ ഉറച്ച വിശ്വാസ. അങ്ങനെ പക്ഷെ പാസ്റ്ററിന് ഈ പോയി നോക്കിയതിന്റെ അപ്പൊ പാസ്റ്റർ ചേച്ചിയുടെ മോന്റെ ഭാര്യയെ കൊണ്ടുവിടാൻ ആയൂര് വരെ കൊണ്ടുവിട്ടു. അവർക്ക് പിറ്റേന്നായപ്പോ പനി വന്നു. അവിടെ പിള്ളേർക്കൊക്കെ പനി വന്നു. അവര് നോക്കിയപ്പോൾ പോസിറ്റീവ് ആണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞ് നമ്മളും പോയി നോക്കണേന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തപ്പോ ഞങ്ങൾക്കും പോസിറ്റീവ്, പാസ്റ്ററിനും സുധയ്ക്കും മോനും പോസിറ്റീവാ. അങ്ങനെ ഹെൽത്തുകാർ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ പാസ്റ്ററിന് ഭയങ്കര ശ്വാസം മുട്ടായി. പിറ്റേന്ന് രാവിലെ സാച്ചുറൈസേഷൻ നോക്കിയപ്പോ 84 ആയി. അപ്പൊ എന്നെ ഹെൽത്തിൽ നിന്ന് ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചപ്പോ ഞാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പാസ്റ്റിന് ഒത്തിരി. അപ്പൊ കേട്ട് സാച്ചുറൈസേഷൻ എത്ര? ഞാൻ 84 ഉണ്ട്. അപ്പൊ പറഞ്ഞ് വീഡിയോ എടുത്ത് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ പാസ്റ്റർ എന്നെ വീഡിയോ എടുത്ത് അവർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അന്നേരം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ പറ്റൂല, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ആംബുലൻസ് വരുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ആംബുലൻസ് വരും കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിന് വല്ലാത്തൊരു ഭീതിയായിരുന്നു. ഞാൻ തൊട്ടടുത്തുള്ള കാക്കയെ വിളിച്ചിട്ട് ഞാൻ, കാക്ക ഒന്ന് പറയണേ, കൊണ്ടുപോകരുതെന്ന് പറയണേ, ഞാൻ ഇവിടെ 5 മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് അതിനിടയ്ക്ക് ആംബുലൻസ് വന്ന് പാസ് നടന്നാ കയറിപ്പോ ഒരു കുഴപ്പമില്ല കയറിപ്പോയി. പക്ഷെ തിരിച്ച് 10 ദിവസം പാസ്റ്റർ വെന്റിലേറ്റർ, കാരണം പാസ്റ്റിന് ഒട്ടും സ്വയം ശ്വസിക്കാൻ പറ്റൂലായിരുന്നു. ഫുള്ള് 100 യൂണിറ്റ് ആണ് ഓക്സിജൻ തന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന ചർച്ച എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഫെയ്ത്ത് ലീഡേഴ്സ് ചർച്ച് ഗോഡില, ഞങ്ങളുടെ സജിക്കുര്യൻ പാസ്റ്റർ മോനെന്ന് പറഞ്ഞ അവിടെ എഴുതി കൊടുത്തിരിക്കുന്നേക്ക്. അതുകൊണ്ട് പാസ്റ്ററിന് എപ്പോഴും കയറാനും ഒക്കെ പറ്റുമായിരുന്നു. അതുപോലെ ചർച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതൊന്നും പറയാതിരിക്കാൻ പറ്റൂല. പക്ഷെ അത്രയ്ക്ക് തന്നെ ഒരുപാട് ഞങ്ങളെ, കാരണം എല്ലാ ദിവസവും 3 വണ്ടി ചർച്ചിൽ നിന്ന് പോകും, ഹോസ്പിറ്റലിൽ ചെല്ലും. കാരണം പാസ്റ്റിന് വേണ്ടുന്നതെല്ലാം അവിടെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഒരു പ്രാവശ്യം ഞാനും കയറി, എന്നെ കാണണമെന്ന് പാസ്റ്റർ പറഞ്ഞത് കൊണ്ട് എന്നെ കയറ്റി ഞാനും കണ്ടു. പക്ഷെ ഈ ഈ 100 യൂണിറ്റ് ഓക്സിജൻ ആയതുകൊണ്ട് പാസ്റ്റിനെ ഞങ്ങൾ അവിടുന്ന് മാറ്റാൻ നോക്കിയപ്പോ നമുക്ക് അവിടുന്ന് അവര് ഡിസ്ചാർജ് സമ്മറി തന്നു. പക്ഷെ ഏത് ഹോസ്പിറ്റലിലാ കൊണ്ടുപോകുന്ന അവിടുത്തെ ഡോക്ടർ വന്ന് ഈ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മുടെ റിസ്കിൽ തന്നെ നമ്മൾ ആംബുലൻസ് കയറ്റണം. അതുകൊണ്ട് പറ്റിയില്ല ഞങ്ങൾക്ക്. പക്ഷെ ഈ വെന്റിലേറ്റർ മാറ്റുന്നത് എല്ലാം അന്ന് ആ ദിവസം എന്നെ ദൈവാത്മാവ് വ്യക്തമായി കാണിച്ചു പാസ്റ്റർ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് പാസ്റ്റർ അവിടുന്ന് ചർച്ചിൽ നിന്ന് ചെല്ലും. അപ്പൊ എന്നോട് എങ്ങനെ ഇത് വന്ന് പറയും എന്നുള്ളത് അവർക്ക് വിഷമമായിരുന്നു. പക്ഷെ അതിന് മുൻപേ തന്നെ ദൈവം എന്നെ അത് കാണിച്ചത് കൊണ്ട് എനിക്കത് മനസ്സിലായി. ഇവര് വന്നപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ബഹളമൊന്നും വെക്കാൻ പോയില്ല. പിന്നെ ബോഡി നമുക്ക് ചർച്ചിൽ ഒത്തിരി മെമ്പേഴ്സ് ഇച്ചിരി എല്ലാ രംഗത്തും ഉള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് ബോഡിയൊക്കെ കിട്ടി. പാസ്റ്റിന്റെ ബോഡി കൊണ്ടുവരാൻ 10 മണിക്ക് കൊണ്ടുവന്നു. 2:30-ക്ക് ഫ്യൂണറലിന് ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട സെമിട്രിയിലേക്ക് എടുക്കേണ്ടിയുള്ളായിരുന്നു. അത്രയും സമയം നല്ല ശുശ്രൂഷ നടന്നു. നന്നായിട്ട് ജനം എല്ലാം വന്ന് പാസ്റ്റിനെ കണ്ടു. പക്ഷെ മുഖത്തൊരു പ്ലാസ്റ്റിക് പോലെ ഒരെണ്ണം കൊടുത്തിരുന്നു. അതുകൊണ്ട് തൊടാനും ഒന്നും സമ്മതിച്ചില്ല. എങ്കിലും പാസ്റ്റിന്റെ ശുശ്രൂഷയൊക്കെ ദൈവമായ കർത്താവ് നന്നായിട്ട് നടത്തി. അങ്ങനെ ആ പാസ്റ്റ് പോയത്. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് ഞാൻ എങ്ങനെയോ പിടിച്ചു നിന്നെങ്കിലും പെട്ടെന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു, ദൈവമേ ഈ മോനെ ഇനി എങ്ങനെ, ഇവനെ ഹോസ്പിറ്റലിൽ എല്ലാ മാസവും 3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ ഇനി എന്ത് ചെയ്യും? അവന്റെ ചികിത്സയ്ക്ക് നല്ല ചെലവുമാണല്ലോ. ഇത് ഓർത്തപ്പോഴ് എൻ്റെ മനസ്സ് വല്ലാതെ പതറിപ്പോയത്. പക്ഷെ അങ്ങനെ ഞാൻ ഡിപ്രഷനിലേക്ക് പോയത്. അപ്പൊ ഫ്യൂണല് കഴിഞ്ഞ് വന്നപ്പോ തന്നെ ഞങ്ങളുടെ സജിപാസ്റ്റർ എന്നോട് പറഞ്ഞു, ആന്റി നമ്മൾ ചർച്ചിൽ നിന്ന് ആന്റിക്ക് വീട് വെച്ച് തരും.
അപ്പൊ നമ്മുടെ ആ സ്ഥലം ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എൻ്റെ അടുത്ത് അപ്പൊ പാസ്റ്റർ എന്നെ എടുത്തു പറഞ്ഞു, അങ്കിളിന് അവിടെ വീട് വെക്കുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ ആന്റി, അതുകൊണ്ട് നമുക്ക് അതങ്ങ് വിറ്റിട്ട് നമുക്ക് വേറെ മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലം മേടിച്ച് വീട് വെച്ച് തരുമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഷമീർ പാസ്റ്ററിന്റെ നമ്പർ കൊണ്ടു തന്നു. വേറൊരു പാസ്റ്റർ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ആ പുള്ളിയെ ഒന്ന് വിളിക്ക്, പുള്ളി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളാ, വീട് വെച്ച് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പാസ്റ്ററിനെ വിളിച്ചപ്പം പാസ്റ്റർ എന്നോട് പറഞ്ഞു, ലളിതാമണി സഹോദരിയെ കുറിച്ച് എല്ലാവരും തിരക്കുന്നുണ്ട്. കാരണം പാസ്റ്റർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ സജിച്ചാക്കോ എന്നും പറഞ്ഞൊരു പാസ്റ്ററിനെ കുറിച്ചൊരു ഇതിട്ടായിരുന്നു, ഒരു ക്ലിപ്പ് ഇട്ടിരുന്നു. കാരണം ഇങ്ങനെ വെന്റിലേറ്ററിലാണ്, ഇങ്ങനെ സൗഖ്യമില്ലാത്തൊരു കുഞ്ഞുണ്ട്, ഇങ്ങനെ വീടോ ഒന്നും ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ഷമീർ പാസ്റ്ററിനോട് പലരും ചോദിച്ചു, ആ സഹോദരിയുടെ കാര്യം എങ്ങനായി, എന്താ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് സിസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു അവസരം ഞാൻ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ വീട് വെച്ച് തരാം. അങ്ങനെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ ചർച്ചിൽ നിന്ന് 10 ലക്ഷം രൂപ തന്നു. 6 ലക്ഷം രൂപയും കൂടെ നമ്മുടെ ഈ 5 സെന്റ് കൂടെ വിറ്റിട്ട് 16 ലക്ഷം രൂപയ്ക്കാണ് ഈ സ്ഥലം വാങ്ങിച്ച് ഇതിൽ വീട് വെച്ച് തന്നു. അപ്പൊ ദൈവമായ കർത്താവ് എന്നെ പിന്നെ തിരിച്ചെനിക്ക് മാവേലിക്കരയിലോട്ട് പോകാൻ അനുവദിച്ചില്ല, ഇവിടെ തന്നെ ആക്കി. എങ്കിലും ഈ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സ് വല്ലാതെ പതറിപ്പോയി പാസ്റ്ററെ. കാരണം എങ്കിലും പിന്നത്തേതിൽ ഞാൻ വേഗത്തിൽ അതിനെ അച്ചീവ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. ദൈവമായ കർത്താവ് എന്നെ പിന്നെയും ബലപ്പെടുത്തി. ഇപ്പൊ ഞാൻ ശുശ്രൂഷയ്ക്ക് ഭയങ്കരമായിട്ടൊന്നും എല്ലായിടവും പോകാൻ പറ്റത്തില്ല, ഒത്തിരി ദൂരെയൊന്നും പോകാൻ പറ്റൂല. കാറ് കിടപ്പുണ്ടെങ്കിലും മോനെ കൊണ്ടുപോകാൻ ഞാൻ ഡ്രൈവറെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ 2 ആൺമക്കളുണ്ട്, ആ മോന്മാരാണ് എല്ലാ കാര്യവും നോക്കുന്നത്. പിന്നെ സഭ എനിക്ക് ഭയങ്കര സപ്പോർട്ടാ പാസ്റ്റർ. സാമ്പത്തിക സഹായമൊന്നും സഭയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പാസ്റ്റർ ഏത് സമയത്ത് സജിക്കുര്യൻ പാസ്റ്ററിനെ ഏത് സമയത്ത് ഞാൻ വിളിക്കുന്നില്ല എന്നുള്ള പരാതിയുള്ള, ആന്റി എന്താ പറയാത്തത്, മോനെ കൊണ്ടുപോകണമെങ്കിൽ എന്തിനായാലും എന്നെ വിളിക്കണേ എന്ന് പറയും. എങ്കിലും ഞാൻ അങ്ങനെ പുള്ളിയെ ബന്ധപ്പെടുത്തേണ്ട, കാരണം നല്ല തിരക്കുള്ള മനുഷ്യനാ. അതുകൊണ്ട് ഞാൻ വലിയ ബന്ധപ്പെടുത്തൂല. കാരണം എങ്കിലും പാസ്റ്റർ എല്ലായ്പ്പോഴും ഓടി വരും, എന്ത് കാര്യത്തിനും വരും. അങ്ങനെ സഭ എനിക്ക് ഒരുപാട് സപ്പോർട്ട്. ഇന്ന് എനിക്ക് ബന്ധു എന്ന് പറയാൻ സഭക്കാരേ ഉള്ളൂ, എൻ്റെ വിശ്വാസികളെ ഉള്ളൂ. കാരണം പാസ്റ്ററിന്റെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അവർ പാസ്റ്റർ ഒരാള് മാത്രമേ പോളൂ, 7 പേരും ഉണ്ട്, അച്ഛനും അമ്മയില്ല, 7 പേരും പോയി. പക്ഷെ ഒരു മനുഷ്യര് പോലും എന്നെ, ഈ പാസ്റ്ററിന്റെ മരണം കഴിഞ്ഞവരെല്ലാവരും ഇറങ്ങിപ്പോയതാ പാസ്റ്ററെ. പിന്നെ ഇന്ന് വരെ ആരും എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഞാൻ അവർക്ക് ബാധ്യതയാകുമെന്ന് ചിന്തിച്ചോന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തന്നെ അറിയാം, അവർക്ക് ആർക്കും എന്നെ 1 രൂപ കൊണ്ടുപോലും സഹായിക്കാൻ പറ്റുന്നവരല്ല. അവരെല്ലാവരും അന്നുള്ള ജീവിത രീതി കൊണ്ട് പോകുന്നവരാ. അപ്പൊ എന്നെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കണേയില്ല. പക്ഷെ എൻ്റെ ഈ കുഞ്ഞിനെങ്കിലും ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആരും വരാറില്ല. പിന്നെ പാസ്റ്റർ പോയതിനു ശേഷവും ഇപ്പം മോന് എന്ന് പറയുമ്പോൾ 10 വർഷമായി മോന് മൂത്രത്തിന് യൂറിന് ട്യൂബ കത്തീറ്റർ ഇട്ടിരിക്കുവാണ്. പിന്നെ 11 വർഷമായിട്ട് യൂറിന് ട്യൂബ് ഇട്ടിട്ട് 10 വർഷമായി ഫുഡിന്. കാരണം ആദ്യം മൂക്കിലൂടായിരുന്നു ട്യൂബ് ഇട്ടിരുന്നത്, പിന്നെ 4 വർഷം കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര അലർജിയായി ആളിന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെഗ് ചെയ്തിരിക്കുക. അപ്പൊ ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ എല്ലാ മാസവും കൊണ്ടുപോയി കാണിക്കണം. പിന്നെ യൂറിൻ്റെത് കത്തീറ്റർ ചേഞ്ച് ചെയ്യണം. പിന്നെ ന്യൂറോ ഇവിടെ അഞ്ചൽ തന്നെയുള്ള മിഷൻ ഹോസ്പിറ്റലിലെ സോമരാജ് സാറാണ് ന്യൂറോയുടേതും. കാരണം മോന് ഞങ്ങള് വിശ്വാസത്തിൽ വന്നപ്പോഴും അതിനുശേഷവും എല്ലാം പറഞ്ഞിരുന്നത് ദീപുന് CP എന്ന സെറിബ്രൽ പാൾസി എന്നാണ് നമുക്ക് സർട്ടിഫൈ തന്നിരിക്കുന്നത്. പക്ഷെ സെറിബ്രൽ പാൾസി ഒരിക്കലും അസുഖം കൂടുകയല്ല ചെയ്യുന്നത്, അത് ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കുമെന്നാണ്. അതുകൊണ്ട് ഇവന് അസുഖം ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോൾ ഇവന് പിന്നെ സംസാരശേഷി പോയി, ഭക്ഷണം കഴിക്കാൻ, വെള്ളം ഇറക്കാൻ പറ്റാണ്ടായി. ഇങ്ങനെ ഓരോരോ അവസ്ഥയിൽ കൂടി വന്നപ്പോൾ പിന്നെയും MRI ഒക്കെ എടുത്തപ്പോഴാണ് ശരിക്കും ദീപുന് ജനിതക മാറ്റമാണ്. മോള് മരിച്ചത് മെനിഞ്ചിറ്റിസ് ആണെന്ന് ഞങ്ങളോടന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഈ അസുഖമാണ്, ഈ ജനിതക മാറ്റത്തിന്റെ ഭാഗമായിരുന്നുള്ളൂ അവക്കും. അപ്പം പിന്നെ മോന് തലച്ചോറിലെ ഞരമ്പുകളെ കവർ ചെയ്യുന്ന ഒരു ആവരണം ഉണ്ടല്ലോ, അത് ബ്ലാക്ക് ആയിട്ട് ഇരിക്കേണ്ടത്, മോന് അത് വൈറ്റ് ആയി. അതുകൊണ്ട് തന്നെ എല്ലാം അതിനെ ബാധിച്ചു കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ കാഴ്ചയും ഇല്ല പക്ഷെ കുറച്ച് നാളായിട്ട് കാഴ്ച പോയി. അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ വീണ്ടും കണ്ണിന്റെ ഡോക്ടറെ ഒന്നുകൂടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ പറഞ്ഞു പൂർണ്ണമായിട്ടും ഇല്ല,
അങ്ങനെ മോന് ഈ അവസ്ഥയിലാണെങ്കിലും ദൈവകൃപയാല് ഞാൻ അതിനെയും, കാരണം ഇതൊന്നും അല്ലല്ലോ, മോന്റെ ഈ അവസ്ഥ കൊണ്ട് ഞങ്ങള് കർത്താവിനെ അറിഞ്ഞുവല്ലോ പാസ്റ്ററെ, അതിൽ ഞാൻ സന്തോഷിക്കുക. എന്റെ പാസ്റ്റർ മരിക്കുന്നത് വരെയും പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക്, അബ്രഹാം പറഞ്ഞതുപോലെ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കും. ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു എന്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് ആ ഭക്തന്റെ പ്രാർത്ഥന അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുക പാസ്റ്റർ, മോന്റെ കാര്യത്തിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കാണും, എന്തോ ഒരു വലിയ പദ്ധതിയുണ്ട്. പക്ഷെ ഞങ്ങൾ പോകുന്നിടത്ത് അനവധി രോഗികൾ, ഞാൻ പറയല്ലോ, കർണാടകത്തിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ നമ്മള് ആരുടെയും മേലിൽ ഇപ്പൊ കൈ ഒന്നും വെക്കണ്ട പാസ്റ്ററെ. കോലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വർണ്ണക്കനിയാ, അവിടുത്തെ പഴയ ജോലിക്കാര് എല്ലാം കിഡ്നി രോഗികളാ. ഞാൻ അവിടെയൊക്കെ ചെന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എന്റെ അടുക്ക ഹോസ്പിറ്റലിൽ നിന്ന് പോലും ജനത്തെ ഞാൻ താമസിക്കുന്നിടത്ത് കൊണ്ടുവരും. പക്ഷെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അനവധി രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ശുശ്രൂഷയുടെ മുഖത്ത് അന്ന് ഈ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ആ തുടക്കകാലത്ത് ഞങ്ങളെ കുറിച്ച് എല്ലാരെയും അറിയാൻ ഇടയാക്കിയത് ഒരു ആൽവിൻ എന്നും പറഞ്ഞൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ അന്ന് വെറ്റിനറി ഡോക്ടറാണ്. പുള്ളി പോകുന്നിടത്തല്ല, എറണാകുളത്തോ പാലാരിവട്ടത്തോ എവിടെ പുള്ളി പോയാലും അവിടെ എല്ലാം ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവിടെ ചർച്ചുകളിൽ ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ എല്ലായിടും അറിഞ്ഞത്. പിന്നെ ഗൾഫിൽ ഞാൻ ഇവിടെ കോഴഞ്ചേരിയിൽ ഒരു ചർച്ചില്, അതായത് സുവാർത്തയുടെ ഒരു ചർച്ചില് ആദ്യമായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു. പിന്നെ അവിടുത്തെ ആലോചന പറഞ്ഞതുപോലെ അവിടെ ചർച്ചൊക്കെ പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആ ചർച്ചിലെ ഒരു വിശ്വാസി, ആ മോനെ എനിക്ക് ആദ്യമായിട്ട് വിസ എടുക്കുന്നത്. ദുബായിൽ പോയി. അപ്പൊ ദുബായിൽ ചെന്നപ്പോഴും ഈ പറയും പോലെ ഫസ്റ്റ് ഷാർജയിലെ കൊട്ടാരത്തിൽ നിന്നും ദുബായ് കൊട്ടാരത്തിൽ നിന്നും ഉള്ള ഫുഡ് എനിക്ക് കൊണ്ടുവന്നു. രണ്ടിടത്തും ഞാൻ ചെന്നിടത്ത് വിശ്വാസികൾ രണ്ടിടത്തും ഫുഡ് ഉണ്ടാക്കുന്നവരായിരുന്നു. അപ്പൊ അതിന് കുറച്ചു മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ രാജകീയ ഭോജനം കഴിപ്പിക്കുമെന്ന്. അപ്പൊ ഞാനത് അങ്ങനെ അതിനെക്കുറിച്ച് എങ്ങനെയാന്ന് ചിന്തിച്ചു. പക്ഷെ ഞാൻ ചെന്നപ്പോ, ഞാൻ തിരിച്ചു പോരുമ്പോഴും എനിക്ക് അവിടുന്ന് 2 കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം അവിടുത്തെ ഫ്രിഡ്ജുകളിൽ ഇരിക്കുക. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഭക്ഷണം, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പഴങ്ങള്, അതെല്ലാം ഞാൻ കഴിച്ചു. കാരണം ദൈവം എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞുവോ അതെല്ലാം എന്നിലൂടെ ദൈവം നിവർത്തിക്കുകയായിരുന്നു ഫസ്റ്റ്. അങ്ങനെ ദൈവം എന്നെ നടത്തി. എത്ര ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതി വരില്ല. അതുകൊണ്ട് ഞാൻ ഒരു സമയം പതറിപ്പോയെങ്കിലും ഇന്ന് ഞാൻ പ്രത്യാശയോടെ ഓടുവാണ്. കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കണം. ഞാൻ ചിന്തിക്കുക, ഞാൻ ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ എൻ്റെ വീട്ടിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യാവശ്യം ചില വീടുകളിലൊക്കെ ഞാൻ പോകുന്നു എന്നല്ലാതെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം പരസ്യ യോഗം. പണ്ടൊക്കെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് ഫസ്റ്റ്. അത് എനിക്ക് ഭയങ്കര ഒരു തൃപ്തികരമായ ഒരു ശുശ്രൂഷയാണ്. അതിനിപ്പോ കഴിയുന്നില്ല. മറ്റേ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ പോകും, പരസ്യ ശുശ്രൂഷ ചെയ്യുമായിരുന്നു, ട്രാക്ട് കൊടുക്കാനും എല്ലാം എനിക്ക് ഭയങ്കര തൃപ്തിയുള്ള അത് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ പക്ഷെ എന്നെ ആഗ്രഹിക്കുന്നിടത്തൊന്നും എനിക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം മോന് എപ്പോഴാ വയ്യാതാകണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ പെട്ടെന്ന് വയ്യാണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാനും കൂടെ ഇല്ലെങ്കിൽ ചേച്ചിക്ക് കൊണ്ട് മാത്രം പറ്റാതെ വരുന്നുണ്ട്. എങ്കിലും ഞാൻ ഇറങ്ങി പോകുമ്പോഴെല്ലാം അവള് തന്നെ നോക്കണ, ചേച്ചി തന്നെയാണ് നോക്കുന്നത്. പിന്നെ മൂത്ത ചേച്ചിയുടെ 2 മക്കള്. അപ്പൊ ഈ കഴിഞ്ഞ 2022 ലാസ്റ്റില ഞാൻ പറഞ്ഞ ഈ മാത്യു ജോൺ എന്ന് പറഞ്ഞ അച്ഛനെ വിളിക്കുന്ന പൊന്നച്ഛൻ എന്ന് പറയും. അച്ഛൻ ഇവിടെ വന്നു, വേറൊരു അച്ഛൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ കൂടെ വന്നത് അച്ഛൻ. വന്നപ്പോഴ് പുള്ളി അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, പൊന്നച്ഛന് പ്രാർത്ഥിക്കണമെങ്കിൽ കയറി ചെല്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, മേളിലോട്ട് വാന്ന് പറഞ്ഞ് മേളിലെ പ്രാർത്ഥനാ മുറി. അപ്പൊ പുള്ളി വന്ന് പ്രാർത്ഥിച്ചു. പുള്ളിയോട് ഞാൻ പേര് ചോദിച്ചില്ലെന്ന് തോന്നുന്നു. പിന്നെ സാറേന്ന് വിളിച്ചപ്പോ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടു, സാറ് എന്തോ പ്രായമുണ്ടെന്ന് ചോദിച്ചു, കാരണം പേര് വിളിക്കാൻ പറ്റും. അപ്പൊ പിന്നെ സാറേന്ന് വിളിച്ചില്ല. അന്നേരം അങ്ങനെ പുള്ളിയോട് അത്രയും സംസാരിച്ചുള്ളൂ. പക്ഷെ പുള്ളി അവിടെ ചെന്നതിന് ശേഷം പുള്ളി ഇവിടുന്ന് ഞാൻ അറിയിച്ച ആലോചന റെക്കോർഡ് ചെയ്തിട്ട് പോയായിരുന്നു.
അത് പിന്നെ പുള്ളി എല്ലാവർക്കും കാണിച്ച്, പിന്നെ അന്ന് മുതൽ പുള്ളി എന്നെ ഒരുപാട് പേർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒത്തിരി പേർക്ക്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും അങ്ങനെ പാസ്റ്ററെ. അതുകൊണ്ടാ പാസ്റ്ററെ വിളിച്ചിട്ട് പൊനച്ചാൻ പറഞ്ഞത് എനിക്കൊരു സാക്ഷ്യത്തിന് സമയം തരുമെന്ന്. അങ്ങനെ പുള്ളി എന്തോ ദൈവത്തിന് ഓരോരോ സമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം നിയോഗിക്കുന്നതായിരിക്കും. ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. ഞാനിങ്ങനെ അച്ഛൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, വേറെ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ കൂടാരത്തിൽ ചെന്നത് ദൂതനെന്നറിയാതെ സൽക്കരിച്ചത് നിമിത്തം പോകാൻ നേരത്തെ അനുഗ്രഹം കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും. തിരുവഴുത്തിന്റെ സത്യം അതാണല്ലോ. കഴിഞ്ഞ ഏറിയ നാളുകൾ കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി പലരെയും പരിചയപ്പെടുത്തി, പലരും പ്രാർത്ഥിക്കാൻ വിളിച്ചു, അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു. കാരണം എനിക്ക് വണ്ടിയുടെ ലോൺ ഉണ്ടായിരുന്നു. വണ്ടിയുടെ ലോൺ ഏപ്രിലിൽ തീർന്നു. ഒരു 5 ലക്ഷം രൂപയുടെ വേറൊരു ലോൺ ഉണ്ട്. കാരണം വീട് വെച്ചപ്പോൾ ഫുള്ള് ചെയ്ത് തരാൻ അവർക്ക് കുറെ എന്തൊക്കെ മിസ്റ്റേക്ക് വന്നു. അത് പോട്ടെ. അപ്പൊ പിന്നെ ഞാൻ 5 ലക്ഷം രൂപ ലോൺ എടുത്ത മേളിൽ മേക്കൂരി ഇട്ടത്. കാരണം അല്പം ഒരു വെള്ളം അകത്ത് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിന് 5 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ട്. ലോൺ ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, എല്ലാവരും സഹായിച്ചു. മോന്റെ ചികിത്സ ഇതെല്ലാം ആയിട്ട് ദൈവം എന്നെ നടത്തി. പക്ഷേ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, ഞാനൊരു ഹിന്ദു ആയിട്ടാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഭൂമി കാണുകയില്ല. എന്റെ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, എന്റെ മോൻ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്. പലരും പറയും 42 വയസ്സുള്ള ഈ മോന് നല്ല കുട്ടിയാ, നന്നായിട്ടായിരുന്നെങ്കിൽ, ആരോഗ്യമുള്ള ഒരു പൈതലായിരുന്നെങ്കിൽ ഇറങ്ങി നടന്നിന്ന് വേല ചെയ്ത് എനിക്ക് കൊണ്ട് തരേണ്ട കുഞ്ഞല്ലേ. അപ്പൊ ഞാൻ പറയും, അവനെ കൊണ്ടാ ഞങ്ങൾ ജീവിക്കുന്നത്. അവൻ ഇങ്ങനെ കിടക്കുന്നുവെങ്കിലും പക്ഷെ അവനെ ഓർത്തിട്ടാണ് ദൈവം പലരെ കൊണ്ടും കരം നീട്ടിക്കുന്നത്. അതുകൊണ്ട് അവനായിട്ടാ ഞങ്ങളെ ജീവിപ്പിക്കുന്നത്. അതിൽ ഞാൻ എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതി വരികയില്ല. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ജനത്തോട്, എന്നെ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും പതറിപ്പോകേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കൊരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവ് നമ്മളെ നടത്തും. അത് കർത്താവിന്റെ ദൗത്യമാണ്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, രാവിലെ തോറും ആമേൻ അവന്റെ ദയയും രാത്രി തോറും അവന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ആമേൻ രാത്രിയിൽ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് രാവിലെ നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്. ആമേൻ ദൈവം വിശ്വസ്തരാണ്, നമ്മൾ അവിശ്വസ്തരായി പോകുന്നുണ്ട്. ആമേൻ പഴയ നിയമത്തിൽ നമ്മൾ ഓർത്തു കഴിഞ്ഞാല് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ അവിശ്വസ്തരായിരുന്നിട്ട് അവര് ആമേൻ പരാതി പറഞ്ഞു, പിറുപിറുത്തു എന്ന് വിചാരിച്ച് പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും കർത്താവ് ഇരുന്നില്ല. കർത്താവ് വിശ്വസ്തയോടെ തന്നെ ആ ജനത്തെ നടത്തി. കർത്താവ് പറഞ്ഞു, ഇവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് പറഞ്ഞുവെങ്കിലും കർത്താവ് അവരെ വിശ്വസ്തരായിട്ട് തന്നെ നടത്തി. അതുപോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യാചിക്കുക. ഞാൻ പൂർണ്ണതയൊന്നും ആയിട്ടില്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയാനും പറ്റൂല. എവിടൊക്കെയോ നമ്മിൽ എപ്പോഴും കുറവുകൾ വരെങ്കിലും ഞാൻ എപ്പോഴും ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവള. വചനമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ആ വചനം ഞങ്ങളെ പിന്നെയും മുൻപോട്ട് നടത്തുന്നു. പക്ഷേ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ കൊടുക്കുക. ഇന്ന് ആമേൻ കർത്താവിന്റെ ദാസനോടൊപ്പം ആമേൻ അരോമ ടിവിയുടെ ഈ പ്ലാറ്റ്ഫോം ആഗ്രഹിക്കാത്ത ഇല്ല. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് ഒന്നും അല്ലാത്ത എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പാസ്റ്ററിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പൊനച്ചാനാണല്ലോ. അദ്ദേഹത്തിനും കുടുംബത്തിനും നന്ദി മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ദൈവമക്കൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ആമേൻ അത് കർത്താവിന്റെ ഒരു ഭക്തനെ ഏൽപ്പിച്ച ശുശ്രൂഷയായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. ഒപ്പം ദൈവസന്നിധിയിൽ എന്നെ സഹായിച്ച വേറൊരു മകനും ഉണ്ട്. ഇപ്പൊ എന്നെ വിളിച്ച് മോനിഷ് എന്ന് പറയുന്ന പാസ്റ്റർ, ആ മോന് 5ൽ തന്നെ ഉള്ളതാണ്. ചെറിയ പ്രായം മുതലേ പ്രാർത്ഥിച്ചിട്ടുള്ള മോന. ഇന്ന് മോന ന്യൂയോർക്കില് വലിയൊരു സഭയുടെ ശുശ്രൂഷ ചെയ്യുന്നു. ഒത്തിരി ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ്. ആ മോനും പാസ്റ്റർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് അവരുടെ ചർച്ചയിൽ നിന്ന് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാ. അങ്ങനെ ദൈവമായ കർത്താവ് ആ മോൻ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. ഒരു അമ്മയെ പോലെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പിന്നെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, എനിക്ക് അനേകം മക്കളെ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിലായപ്പോൾ ഒരുപാട് മക്കളെ അവിടെ ജനിപ്പിക്കാന് കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. മമ്മീന്ന് വിളിക്കുന്ന, അമ്മയെന്ന് വിളിക്കുന്ന ഒരുപാട് മക്കളെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് അതൊക്കെ അവരുടെ ശുശ്രൂഷ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കർത്താവിന് വേണ്ടിയിട്ട് അമ്മേൻ അങ്ങനെ ദൈവം
ഉപയോഗിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ കർമ്മേലിന്റെ ആരാധനയില്ല, ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്. എങ്കിലും ദൈവം അയക്കുന്നിടത്ത് അത്യാവശ്യം വളരെ ദൂരത്തിലല്ലാതെ പോകാറുണ്ട്. ഇവിടെ എൻ്റെ ആവശ്യപ്രകാരം വരുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും പക്ഷേ. അങ്ങനെ കർത്താവ് എന്നെ വളരെ ശ്രേഷ്ഠമായിട്ട് തന്നെ നടത്തുന്നു. ദൈവം ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ച്, പിന്നെ ഈ മോന്റെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള അനുഭവത്തിലേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ എങ്കിലും ഞാൻ തലേ ദിവസമേ പ്രാർത്ഥിക്കും, കർത്താവെ വഴി തുറക്കണേ. ചിലപ്പോൾ രാത്രിയിലായിരിക്കും ഏതെങ്കിലും ദൈവമക്കൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് അറിയാം ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ടെന്ന്. കാരണം പിറ്റേന്ന് ആശുപത്രി പോകാൻ, കാരണം 5000 ഒന്നും കൊണ്ട് തികയത്തില്ല പക്ഷെ, അപ്പോഴൊക്കെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കാറുണ്ട്. ഒപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് നന്ദി അറിയിക്കുന്നു. കർത്താവ് ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവം ഞങ്ങളെയും അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങുന്നു. ആമേൻ, സ്തോത്രം. ഒത്തിരി സന്തോഷവും അപ്പോൾ തന്നെ ഒത്തിരി ഹൃദയഭേദകമായ അനുഭവങ്ങളും പേറി ദൈവം നടത്തിയതായ അത്ഭുതകരമായ അനുഭവം, സാക്ഷ്യം പ്രിയ ആൻറ്റി പറയുവാൻ കർത്താവ് സഹായിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ ഭയാനകമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അതിൻ്റെ നടുവിൽ ഒത്തിരി നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും വ്യഥകളും ഒക്കെ പേറി ഇവിടെ ഇത്രത്തോളം വന്നു. മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അഭിമുഖീകരിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ വലിയ വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ജീവിതത്തിൽ പേറുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയുടെയും വേദനകൾ, ഭാരങ്ങൾ, സമാനതകളില്ലാത്ത അനുഭവം. ഓരോ ദിവസവും ഞാൻ പല പ്രിയപ്പെട്ടവരുടെയും സാക്ഷ്യം ഇതുപോലെ കേട്ടുകൊണ്ട് മണിക്കൂറുകളോളം ശ്രവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പ്രിയപ്പെട്ടവരുടെയും വേദനകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളും ഒക്കെ മനസ്സിലാക്കി, ദൈവമേ അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വലിയവൻ, അങ്ങെത്ര വിശ്വസ്തൻ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഓരോ പ്രാവശ്യവും ദൈവത്തോട് നന്ദി പറയും, പ്രാർത്ഥിക്കും. കാരണം ഈ ദൈവത്തെ പോലെ വലിയവൻ വേറെ ആരുമില്ല. നമ്മൾ ചില വിഷയങ്ങളുടെ മുൻപാകെ പതറിപ്പോകും, ചില പ്രശ്നങ്ങളുടെ മുൻപാകെ നമ്മൾ പതറിപ്പോകും. നമ്മളെ സഹായിക്കാനോ സാമ്പത്തികമായി സഹായിക്കാനോ ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനോ നമ്മളെ ഒന്ന് ധൈര്യപ്പെടുത്തുവാനോ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളെ ഒന്ന് കരം പിടിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഒരുപക്ഷെ കണ്ടെന്ന് വരും. നമ്മൾ പ്രതീക്ഷിച്ചവരാരും ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് പല പ്രിയപ്പെട്ടവരും ഒരു കുപ്പി വിഷത്തിലോ സൈനൈഡിലോ ഒരു തുണ്ട് കയറിലോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള ആത്മഹത്യയുടെ വഴികൾ തിരഞ്ഞെടുത്ത് ജീവിതം അവസാനിപ്പിക്കുന്നത്. കാരണം അവർക്ക് ജീവിക്കേണ്ട, കാരണം അവർ ജീവിതം മടുത്തു, ജീവിക്കേണ്ട. അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ അവർക്ക് ഇനി രക്ഷയില്ല, രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു ചിന്ത അവരിലേക്ക് വരുമ്പോൾ അവരെ ആത്മഹത്യയിലേക്ക് വലിച്ചിഴയ്ക്കുക. എന്നാൽ ഞാൻ ഈ കേൾക്കുന്ന ഓരോ ജീവിതാനുഭവത്തിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രിയ ആൻറ്റിയുടെ ജീവിതത്തിൽ അല്പം മുമ്പ് നമ്മൾ കേട്ടല്ലോ, രാത്രിയിൽ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടിയിട്ട് 1 മണി സമയത്ത് അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഭാര്യയും ഭർത്താവും മകനുമായിട്ട് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പോലീസിനും രാഷ്ട്രീയ പാർട്ടികൾക്കും വീട്ടുകാർക്കും മറ്റുള്ള ബന്ധുക്കൾക്കും ഹോസ്പിറ്റലിലേക്കും എല്ലാവർക്കും വേണ്ടുന്ന ലെറ്ററുകൾ എഴുതി എല്ലാം തയ്യാർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു വെച്ചു. വിഷം കഴിക്കുവാൻ വേണ്ടിയതായ ക്രമീകരണങ്ങൾ ചെയ്തു വെച്ചിട്ട് അവിടെ
ഇരുന്ന് മയങ്ങിപ്പോയി. ആ ഒരു മയക്കത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു, ഏലിയാവ് മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി എന്നവിടെ കാണാൻ കഴിയുന്നു. ഉറങ്ങിപ്പോയി. സത്യത്തില് അവിടെ ഉറക്കം ഒരനുഗ്രഹമായിരുന്നു. പ്രിയ ആന്റിയുടെയും കുടുംബത്തിലും ആ ഒരു ഉറക്കം ഒരനുഗ്രഹത്തിന്റെ ഉറക്കമായിരുന്നു. ആ ഉറക്കത്തിലാണല്ലോ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ സാന്നിധ്യം, വലിയൊരു വെളിച്ചം ആ മുറിയില് കാണുവാന് ഇടയായി തീർന്നത്. സ്തോത്രം. ആ അത്ഭുത വെളിച്ചം, ആ ദൈവശബ്ദം ആ മുറിക്കുള്ളിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ഭർത്താവിനോട് ആ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും അത് അംഗീകരിക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞു കാണത്തില്ല. എന്നാൽ അത് അനുഭവിച്ചു, ആ ശബ്ദം കേട്ടു, ആ ദൈവീയ വെളിച്ചം അവിടെ ഇറങ്ങി. മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന വ്യക്തി നോക്കിയപ്പോൾ അവിടെ എഴുതി വച്ചിരുന്ന എഴുത്തുണ്ട്, പഴമുണ്ട്, മറ്റു സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കൊണ്ടുവച്ചിരുന്ന വിഷത്തിന്റെ പൊതി മാത്രം അവിടെ കാണാനില്ല. വിഷം പൊതിഞ്ഞു വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സയനൈഡ് പൊതിഞ്ഞു വച്ചിരിക്കുന്ന, ആ സയനൈഡ് വാങ്ങിക്കാൻ വേണ്ടി പോയ കഥകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. മദ്രാസിൽ പോയി ഒരുപാട് രൂപയൊക്കെ മുടക്കി പല രീതികളിലൂടെയാണ് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ക്രമീകരിച്ചത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ സമയത്ത് അല്പം മുമ്പേ അല്ല, അല്പം വൈകിയല്ല, ആ കൃത്യസമയത്ത് അവിടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ആമേൻ ഇടയായി തീർന്നു. ആ ദൈവ പ്രവൃത്തി. സ്തോത്രം. അതുകൊണ്ട് പിറ്റേന്നത്തെ പത്രത്തിൽ ഒരു മരണവാർത്ത വന്നില്ല, ഇല്ലെങ്കിൽ ഒരു കൂട്ടമരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പേപ്പറിൽ വരുമായിരുന്നു. നാടാകെ ഞെട്ടുമായിരുന്നു, വലിയൊരു സംഭവം ഉണ്ടാകുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വാർത്ത വരുവാൻ ദൈവം അനുവദിച്ചില്ല. പകരം ആമേൻ ആ ഒരു കുടുംബത്തെ ആത്മീയമായി അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ച രാത്രിയായിരുന്നു. അതിഭീകരമായ, അതിഘോരമായ, ഭയാനകമായ ആ രാത്രിയെ ഒരു വിടുതലിന്റെ രാത്രിയായി, ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി, ഒരു ദൈവപ്രവൃത്തിയുടെ രാത്രിയായി ആമേൻ സ്വർഗത്തിലെ ദൈവം തീർത്തു. അതേ തുടർന്ന് പിന്നിങ്ങോട്ട് മരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പകരം ആ വെളിച്ചത്തിന്റെ പിന്നാലെ, ആ വിളിച്ച ദൈവത്തിന്റെ പിന്നാലെ ആമേനെ മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും പുറകോട്ട് വലിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ വിളിച്ച ദൈവത്തെ വിശ്വസ്തനെന്നെണ്ണി ആ ദൈവത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം ആമേൻ ഇടയായി തീർന്നു. ആമേൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്ക്, അത് എവിടെ നിന്ന് വീണാലും അതിന് വലിയ ശക്തിയുണ്ട്. അത് ഏത് വ്യക്തിയിൽ നിന്നായിരിക്കാം. ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്നായിരിക്കാം, പ്രതീക്ഷിക്കാത്തൊരു മാധ്യമത്തിൽ കൂടിയായിരിക്കാം, പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം. ഒരു പക്ഷെങ്കിൽ നമ്മൾ കേട്ട, അല്ലെങ്കിൽ ഒരു വഴിയരികിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യക്കുറിപ്പിൽ കൂടിയായിരിക്കാം, ഒരു പത്രക്കടലാസിലൂടെ ആയിരിക്കാം, നമ്മൾ നടന്നു പോകുമ്പോൾ അല്ല യാത്ര ചെയ്യുമ്പോൾ പരസ്യവും നടത്തുന്ന ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടിലൂടെ ആയിരിക്കാം. കേൾക്കുന്ന ഒരു ദൈവ ശബ്ദം അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞാൽ അതിന് വലിയ ശക്തിയുണ്ട്. അതിന് നമ്മെ ജീവിപ്പിക്കുവാൻ കഴിയുന്നതാണ്, അതിന് നമ്മെ സ്വാധീനിക്കുവാൻ കഴിയുന്നതാണ്. ആ വചനത്തിന്റെ മുൻപാകെ, ആ ശബ്ദത്തിന്റെ മുൻപാകെ പ്രതികരിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും, ആ കുടുംബത്തിൽ വലിയ മാറ്റമുണ്ടാകും, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. സ്തോത്രം. വാത്സല്യ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർ കേട്ടതായ ആ ദൈവശബ്ദത്തോട് അവർ പ്രതികരിക്കുവാൻ തയ്യാറായപ്പോൾ ആ കുടുംബത്തിനകത്തെ ആമേനെ മരണം മാറി കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഇന്നും ആ സന്തോഷം, ആ സമാധാനം അനുഭവിക്കുന്ന വാത്സല്യ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ആമേൻ പ്രിയ ആൻറ്റിയിലൂടെയും ആമേൻ കർത്താവ് ശക്തമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ, അനേകർക്ക് ആശ്വാസമായിരിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസൻ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആമേനെ കോവിഡിനോടുള്ള ബന്ധത്തിൽ കടന്നു പോകുവാൻ ആമേൻ ഇടയായി തീർന്നു. ആമേനെ തുടർന്ന് ഭവനത്തിൽ ആമേനെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടല്ലോ.
42 വയസ്സുള്ള ഒരു മകൻ എങ്കിലും അതിനോടനുബന്ധിച്ചുള്ള ചികിത്സകളും കാര്യങ്ങളുമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ കണ്ടെത്തലനുസരിച്ച് അതൊരു ജനിതകമാറ്റ പ്രക്രിയയിലൂടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രയാസങ്ങളുള്ള ബന്ധത്തിൽ പ്രിയ മകൻ പൂർണ്ണമായും കിടക്കയിലായിരിക്കുന്നു. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് യൂറിൻ ബാഗും ട്യൂബും ഒക്കെ ഇട്ട് ആ ഒരു നിലയിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. എപ്പോഴും മറ്റൊരാളിൻ്റെ സഹായത്തോടു കൂടി മാത്രം ബെഡിലായിരിക്കുന്ന പ്രിയ പൈതൽ ഭവനത്തിൽ ആയിരിക്കുന്നു. ഒരു മകൾ, ഇളയ മകൾ ചെറുപ്പത്തിൽ തന്നെ ഇതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ മരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും അതിൻ്റെ നടുവിൽ ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും സന്തോഷത്തോടുകൂടി സമയം വേർതിരിച്ച് മറ്റ് അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിനെ ഉയർത്തുവാൻ സമയങ്ങൾ വേർതിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൽ എല്ലാവിധമായ സമാധാനവും സന്തോഷവും നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കൽപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ തെറ്റായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഒരു പക്ഷെങ്കിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങൾ കേട്ടതായ, നിങ്ങൾ കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ ജീവിപ്പിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ കഴിയുമാകയാൽ ദൈവത്തിൻ്റെ വചനം അത് 100% നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് ഉള്ള ശക്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വചനം നമ്മൾ 100% ഫലം പുറപ്പെടുവിക്കുവാനിടയായിത്തീരും. അതല്ല എങ്കിൽ അത് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകുന്ന അനുഭവത്തിലോ മുള്ളിനിടയിൽ ഞെരിക്കപ്പെടുന്ന അനുഭവത്തിലോ പാറസ്ഥലത്ത് വീണ വിത്ത് പോലെ വേരുണങ്ങിപ്പോകുന്ന അനുഭവത്തിലോ അത് ഒരുപക്ഷെങ്കിൽ നിങ്ങളിൽ നിഷ്ഫലമായി തീരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതെ ഇരിക്കേണ്ടതിന് അത് ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവെ, ഞാൻ കേട്ടതായ ദൈവവചനം, ഞാൻ വായിച്ചതായ ദൈവവചനം, ഞാൻ അറിഞ്ഞതായ സത്യം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ വലിയവ ചെയ്യേണ്ടതിന് ഞാനിതായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രശ്നങ്ങളുടെ നടുവിൽ ഒളിച്ചോടുവാൻ പാടില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ ആത്മഹത്യ ഒരു പരിഹാരമായി ആർക്കും തിരഞ്ഞെടുക്കുവാൻ പാടില്ല. പകരം പ്രശ്നത്തിന് പരിഹാരകനായ, സകല പ്രശ്നങ്ങൾക്കും ഏക ഉത്തരമായ സർവശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒരു നിമിഷം പരമേൽപ്പിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി, രോമാ ടി വിയിലെ ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രിയ ആൻറ്റി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കും. ആൻറ്റി പ്രാർത്ഥിച്ചു. സ്തോത്രം. ആമേൻ. സ്തോത്രം. ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിന്റെ തിരുമുൻപിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കൃപ ചെയ്ത ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്ത ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തന്റെ ഭക്തന് ദൈവം കൊടുത്ത വലിയ കാഴ്ചപ്പാട് ആമേൻ, അനേകരുടെ സാക്ഷ്യം, ആമേൻ, തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒരു സാക്ഷിയെ ഉളവാക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവെ, തന്റെ ഭക്തന് ദൈവം കൊടുത്ത കാഴ്ചപ്പാടാണത്. അനേകരുടെ സാക്ഷ്യം, ആമേൻ, അനേക ദൈവ മക്കൾക്ക് പ്രചോദനമായി മാറാം. ഒപ്പം കർത്താവെ, ഹല്ലേലൂയ, അവിശ്വാസികളുടെ ഹൃദയത്തെ പോലും ദൈവത്തിന് സ്പർശിക്കുവാൻ ആ ഒരു ഹല്ലേലൂയ സാക്ഷ്യം കൊണ്ട് കഴിയുമല്ലോ. ദൈവമായ കർത്താവെ, അനേകർ അതിലൂടെ മാനസാന്തരപ്പെട്ടുവെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവെ, അങ്ങയുടെ അഭിഷിക്ത ദാസന്റെ ആമേൻ മുൻപിൽ ദൈവം കൊടുത്ത വലിയ കാഴ്ചപ്പാടിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് തന്റെ അഭിഷിക്തനെ അധികമായിട്ട് ഉപയോഗിക്കണം. ഈ അരോമ ടിവിയുടെ പ്രവർത്തനം, ഇതിന്റെ കർത്താവെ ഹല്ലേലൂയ എഡിറ്റിങ്, മറ്റു കാര്യങ്ങൾ, ആമേൻ, സകലത്തിന് വലിയൊരു സാമ്പത്തിക ചിലവ് ആവശ്യമാണ് നാഥ. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള വഴികൾ സ്വർഗം തുറന്ന് തന്റെ അഭിഷിക്ത ദാസനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാണ് തന്റെ മകനെ ഹല്ലേലൂയ ഇതിന് നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങ് തന്റെ മകനെ
ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയും വാതിലും തുറക്കണം കർത്താവേ. ആമേൻ. ഏലിയാവ് പറഞ്ഞതുപോലെ മഞ്ഞും മഴയും അയച്ച് അനുഗ്രഹിപ്പാൻ അങ്ങ് ശക്തനാണ്. അരോമ ടിവിയുടെ പ്രേക്ഷകരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയന് മുൻപേ കർത്താവെ അനേക ഭക്തന്മാർ, ശ്രേഷ്ഠന്മാർ ഒക്കെയും സാക്ഷ്യം അറിയിച്ചിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് സാക്ഷ്യം അറിയിച്ചിട്ടുള്ളവർ, ആമേൻ കർത്താവെ, അവരെ ഒക്കെയും ദൈവം അനുഗ്രഹിക്കണം. ഇപ്പോഴും ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ടുള്ള ആമേൻ അരോമ ടിവിയുടെ കർത്താവ് എല്ലാ പ്രേക്ഷിതരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശിഷ്യാൽ തന്റെ ഭക്തനായിരിക്കുന്ന ദേശം, അവിടെ കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയനെയും കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തുന്ന എനിക്ക് വേണ്ടി ആമേൻ ഈ അവസരങ്ങളെ നീ ഒരുക്കി തന്ന ആമേൻ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോൺ ദാനിബാസിന് ദൈവകരങ്ങളിൽ തരികയാണ്. തന്റെ മകനെയും കൂട്ടാളിയെയും ആമേൻ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമ്പൂർണമായിട്ട് ഏൽപ്പിക്കുന്നു. ദൈവം വലിയവ ചെയ്യുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, സ്തോത്രം. ആമേൻ. ഇത്രത്തോളം സമയം ജീവിതത്തിന്റെ അനുഭവങ്ങളും ദൈവം നടത്തിയത് അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച പ്രിയ ആൻറ്റിയെയും പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി പിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹോത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തോന്നുന്നു വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും, അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്ത് അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com